മലയാളം വെബിനാറിന്റെ 1681 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ പത്മപ്രിയ നായരാണ്. ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്മപ്രിയ ഡോക്ടർ നമുക്ക് ഇതിനകം ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം നിർബന്ധമായും നമ്മുടെ ക്ലിനിക്കുകളിൽ ഉണ്ടായിരിക്കേണ്ടതും എന്നാൽ നമുക്ക് അപ്രസക്തമായി തോന്നുകയും ചെയ്യുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ്. ഒന്നാണോ അതിൽ കൂടുതലാണോ എന്തായാലും അങ്ങനെയുള്ള മെഡിസിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. മെഡിസിൻ ഏതാണെന്നുള്ളതൊക്കെ സസ്പെൻസ് ആണ്. ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോഴേ നമുക്കറിയാൻ കഴിയൂ. എന്തായാലും ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ അത് ഏത് മെഡിസിൻ ആണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസയിൽ ഇരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം. അതിനുവേണ്ടി ഡോക്ടർ പത്മപ്രിയയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. am I audible? Am I visible? Yes. Okay. Okay. Namaste, Dr. Ram Pravesh Shah, sir. I can see that you're online. Unfortunately, this is going to be in Malayalam, so I am sure you won't understand Malayalam. But still, you can listen because I'll be showing the PPTs, Dr. Ramji. Okay, Dr. Shaileke, Nandi, ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആൻഡ് വെരി ഗുഡ് ഈവനിങ് ടു ഓൾ സിറ്റിംഗ് ഹിയർ. ഞാൻ സസ്പെൻസ് ഒന്നുമല്ല, സത്യം പറഞ്ഞാൽ ഏത് റെമഡീനെ വേണ്ടിയിട്ടാണ് സംസാരിക്കേണ്ടത് എൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ അത് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് ടൈറ്റിൽ, കാരണം ഡോക്ടർ ധനേഷ് ടൈറ്റിൽ വേണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല ഏത് ടോപ്പിക്കിലാണ് എടുക്കേണ്ടതെന്ന്. അത് കാരണമാണ് അതൊരു സസ്പെൻസ് മോഡിലാണ് ആ ടൈറ്റിൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. എനിവേസ്, ഐ എം സോറി, കുറച്ചു കാലം ഞാനൊന്ന് ഡിസപ്പിയർ ആയിപ്പോയി. കാരണം ഇവിടെ ഇപ്പം എൻ്റെ ഒരു 5 മണിയാണ്. അപ്പോൾ ഒരു ഈവനിങ് 4 മണി 5 മണി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിരക്കുള്ള ഒരു സമയമാണ്. ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇവിടെ ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്. അപ്പം മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് ഞാനും ലീവിലാണ്. അപ്പോൾ ആ ഒരു തിരക്കൊന്നും ഇല്ല ഇപ്പോൾ. സോ ടുഡേ ഐ എം ഹിയർ. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണ റെമഡി, അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആൻഡ് ഡോക്ടർ ശൈല പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്നെ, അത് വിസിബിൾ ആണോ എന്നൊന്ന് പറയണേ. ഓക്കെ ഓക്കെ പറയാം. കാണാമോ? സ്ലൈഡ് കാണണ്ടോ? സ്ലൈഡ് ഇപ്പൊ കാണാൻ തുടങ്ങി. 8/4/2025. ഓക്കെ, ഒരു ജോക്ക്, ഞാനിപ്പോൾ സ്ലൈഡ് റെഡി ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിച്ചു എൻ്റെ PPT ഒക്കെ പ്രിപ്പയർ ആയോ, കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ PPT ചെയ്യാനിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പ്രിപ്പയർ ആയി. അപ്പോൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇതെന്താ മൊത്തം ഓറഞ്ച് കളറാക്കി വെച്ചിരിക്കുക, ലാൽ സലാമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അത് പറഞ്ഞു PPT ചേഞ്ച് ചെയ്യും. ഞാൻ പറഞ്ഞു സോറി, ഒരു 5-10 മിനിറ്റുകൾ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓണസ്റ്റ്ലി ഡോക്ടർ ധനേഷും ഡോക്ടർ ശൈലയൊക്കെ ഓറഞ്ച് കളറിൽ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പൊ മൊത്തത്തിൽ ഒരു മാച്ചിങ്ങിൽ ഇരിക്കട്ടെ. അതെ അതെ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന എന്തൊരു ഇൻഫർമേഷൻ അയച്ചാലും ശരി, എന്തൊരു നോളജ് ഷെയറിങ് അയച്ചാലും ശരി, ദാറ്റ് ഈസ് ഓൾവേസ് ബിക്കോസ് ഓഫ് മൈ ഗുരു. എന്നെ പഠിപ്പിച്ചു തന്ന എൻ്റെ അച്ഛൻ, എന്നെ പേഴ്സണലി ഹോമിയോപ്പത്തിക് പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുവായ ഡോക്ടർ മിലിന്ദ് റാവ് സാറും, പിന്നെ നമ്മൾ പുതിയ പല പല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പല രീതികളിലും പല ഓത്തേഴ്സിനെയും നമ്മൾ വായിക്കാറുണ്ട്. So Guru Vandanam to all of them. All the knowledge that I have today is because of the masters who has shared their knowledge with me, from the masters from whom I have learned. അപ്പോൾ ഇന്നത്തെ ഒരു റെമഡി എന്ന് പറയുന്നത്, ഞാൻ ഒന്നും കൂടെ എൻ്റെ അച്ഛനെ ഓർക്കുകയാണ്. കാരണം അച്ഛൻ 2020 പോയത്. അപ്പോൾ പക്ഷേ കോവിഡ് സമയമായിരുന്നു. അച്ഛൻ കോവിഡ് സമയത്ത് കുറേ എല്ലാവർക്കും പ്രൊഫൈലൈറ്റിക് ആയിട്ട് മരുന്നുകളൊക്കെ കൊടുക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞത് ഒരു 4-5 വർഷം, നോട്ട് ഓൺലി 4-5 വർഷം, ചിലപ്പോൾ മിക്കവാറും 8-10 വർഷം കൂടി ആവാം, പക്ഷേ ഫ്രം 4 years ഓൺവേർഡ്സ് ചില റെമഡീസ് നീ റെഡിയാക്കി വെച്ചിരിക്കണം. കാരണം നമുക്ക് ഒരു 4-5 years കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് ഒരു പോളിക്രസ്റ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി ആയിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ കാണണ്ടോ? ഈസ് എവറിത്തിങ് വിസിബിൾ? എവറിത്തിങ് വിസിബിൾ. ഓക്കെ
ഓക്കെ. അപ്പോൾ അച്ഛൻ പറഞ്ഞ പല റെമഡീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ അച്ഛൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ നമ്മൾ ലൈവ് പ്രാക്ടീസ് എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. പക്ഷേ ഞാനില്ലാത്ത സമയത്തും അച്ഛൻ്റെ ചെറുപ്പകാലത്തും അച്ഛൻ പ്രാക്ടീസ് ചെയ്ത പല കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്റ്റോറീസ് പറഞ്ഞുതരും. പിന്നെ അച്ഛൻ പഠിച്ചത് അച്ഛൻ്റെ ഇളയച്ചൻ്റെ ആയിരുന്നു. അച്ഛൻ്റെ ഇളയച്ചന് മുംബൈയിലായിരുന്നു. പ്രാക്ടീസ് ചെയ്ത കാലം ഒരു ഐ തിങ്ക് 1950, 1960, 1970s ഒക്കെ ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞിരിക്കുന്ന അച്ഛൻ്റെ ഇളയച്ചൻ, ദാറ്റ് മീൻസ് മൈ അപ്പൂപ്പൻ, അവര് പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഒരു ആ സമയത്ത് ഒരു 1950-60s കാലഘട്ടത്തിൽ ഈ റെമഡി നല്ലപോലെ അപ്പൂപ്പൻ യൂസ് ചെയ്തിട്ടുണ്ട്. വെരി ഫ്രീക്വൻ്റ്ലി ആസ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ബെലഡോണ, ബ്രയോണിയ, റെസ്റ്റോക്സും ആർസനിക്കും ഒക്കെ കണ്ടമാനം യൂസ് ചെയ്യല്ലോ, അതുപോലെ യൂസ് ചെയ്ത ഒരു റെമഡിയാണ്. പിന്നെ കുറച്ചു കാലം ഇൻഡസ്ട്രിയൽ ബൂമൊക്കെ ആയി, റിസഷൻ ഒക്കെ ഒന്ന് മാറി, ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റേറ്റ് ഒക്കെ നല്ലപോലെ ഒന്ന് ഇമ്പ്രൂവ് ആയ അവസ്ഥയ്ക്ക് ആ റെമഡിയുടെ യൂസേജ് കുറച്ച് കുറഞ്ഞു. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ആർ നോട്ട് യൂസിങ് ദാറ്റ് റെമഡി. We are very much using that remedy, but അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് യൂസേജ് പെർ ഡേ ഒരു 3 പേഷ്യൻ്റ് വരുന്ന അവസ്ഥയ്ക്ക് ഒരു മാസം 2-3 പേഷ്യൻ്റ് വരും, അത്രയ്ക്ക് കുറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞ ഈ റെമഡി നീ ഓർമ്മയോടെ എടുത്ത് വെക്കണം, സ്റ്റോക്ക് ഉണ്ടാവണം. ഒരു 2024-26 കോവിഡ് കഴിഞ്ഞ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിനക്ക് കാണാൻ കിട്ടും ഈ റെമഡി നല്ലപോലെ എല്ലാം ഇൻ ആൻഡ് അറൗണ്ട് യു, യുവർ പേഷ്യൻസ്, യുവർ റിലേറ്റീവ്സ്, യുവർ ഫ്രണ്ട്സ്, യു വിൽ സീ ദിസ് റെമഡി ഇൻ ആൻഡ് അറൗണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആ ഒരു റെമഡി, വൺ ഓഫ് ദോസ് റെമഡീസ് ആണത്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റെമഡീസ് ഇൻ ദ പോസ്റ്റ് കോവിഡ് എറ. സോ ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് റെമഡി. ഓക്കെ. അപ്പോൾ നമ്മളുടെ കേസ് ടേക്കിങ്ങിൽ മിക്കവാറും നമ്മൾ വരുന്നത് ഡയറക്റ്റ്ലി പേഷ്യൻ്റ് നമുക്ക് ചീഫ് കംപ്ലൈൻറ്റ് പറയും, PQRS കിട്ടും, നമ്മൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. മോസ്റ്റ് ഓഫ് അവർ ക്ലിനിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ചീഫ് കംപ്ലൈൻറ്റ്സ് ദ പേഷ്യൻ്റ് വിൽ ഡയറക്ട്ലി സേ. പിന്നെ ചില സമയത്ത് നമുക്ക് പല സിറ്റുവേഷൻസിലും വി ഹാവ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പാസ്റ്റ് ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി. ഇതൊക്കെ പേഷ്യൻറ്റിൻ്റെ വക കിട്ടുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ നമുക്കൊരു റെപ്പർട്ടറിയൽ ടോട്ടാലിറ്റി വേണം, കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വക ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയാലാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാറുള്ളത്. ബട്ട് ലോങ് വിത്ത് ദാറ്റ് ഹാനിമൻ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ അറ്റൻഡൻറ്റ് പറയുന്ന ഇൻഫർമേഷനും കൂടെ നമ്മൾ നോക്കിയിരിക്കണം. കാരണം പല സമയത്തും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ കിട്ടണ പേഷ്യൻ്റ് തരുന്ന ഇൻഫർമേഷനിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്റ്റീവ് റുബ്രിക്കോ പ്രിസ്ക്രിപ്റ്റീവ് ടോട്ടാലിറ്റി കിട്ടില്ല എന്ന് വരും. അപ്പോൾ in such situations, what information the patient's relatives or the attendant gives, that is very, very important. But much more important than this is നമ്മളുടെ എഫോറിസം 83-ൽ ഹാനിമൻ ഒരു ക്ലിയർലി പറഞ്ഞ ഒരു കാര്യമാണ് പേഷ്യൻറ്റിൻ്റെ ലൈഫ് സർക്കംസ്റ്റാൻസസ് പറഞ്ഞാൽ ഏത് രീതിയിൽ അവർ ജീവിക്കുന്ന, അവരുടെ ജീവിത രീതിൻ്റെ ചുറ്റുപാടും എന്തൊക്കെയാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു. സോ life circumstances means lifestyle, daily routine, living conditions, emotional state, mental health, social environment, occupation. ഇത്രയും ഇൻഫർമേഷനും കൂടെ നമ്മൾ മേടിച്ചിരിക്കണം. സോ മോർ ദാൻ വാട്ട് ദ പേഷ്യൻ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ചീഫ് കംപ്ലൈൻറ്റ്, also along with that you take information from the relatives about the patient. വീട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അസുഖമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, രാത്രി ഉറക്കം എങ്ങനെയാണ്, ഭക്ഷണം, ഇതൊക്കെ ഒരു വൈഫിൻ്റെ അടുത്തോ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനടുത്തൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഒപ്പം what is the life situation? This is very important. And why I'm talking more about this is, this remedy that I'm telling you today is very easily prescribed only if you take time to talk to the patient and understand why is he doing so and so thing and how is he behaving because of that, what is happening in his life. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ലൈഫ് സ്പേസ് എന്താണെന്ന് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കി എടുത്ത ഈ റെമഡി നമുക്ക് പെട്ടെന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു തെറപ്പറ്റിക് ടോട്ടാലിറ്റി പറയണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഡ്രഗ്സ് ഫോർ മൈഗ്രെയിൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് റെമഡി ഫോർ ഹിമറേജ് എന്ന് പറയുമ്പോൾ വി ഹാവ് 5 or 10 റെമഡീസ് റെഡി, ബട്ട് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ചീഫ് കംപ്ലൈൻറ്റ്സ്. ബട്ട് ദിസ് റെമഡി, of course there is therapeutic importance for this remedy, but in chronic cases where you have to prescribe on a constitutional base,
ഡീറ്റെയിൽ കേസ് ഹിസ്റ്ററി എടുത്തിട്ട് ക്രോണിക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ എനിത്തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ലൈഫ് സിറ്റുവേഷൻ ഓഫ് ദിസ് പേഷ്യൻറ്റ്. ഓക്കെ, സോ ദ റെമഡി ഈസ് വെരി എസെൻഷ്യൽ റെമഡി, ബട്ട് ദിസ് റിമെയിൻസ് വെരി അണ്ടർ റേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് മിക്കവാറും നമ്മളെല്ലാ ഹോമിയോപ്പതിൻ്റെ കയ്യിലും നമ്മൾ ചിലപ്പോൾ ഒരു ആഴ്ചയ്ക്ക് ഒരു 8-10 പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു റെമഡി ആയിരിക്കാം. ബട്ട് ഐ എം ഷുവർ വി ഓൾ യൂസ് ദിസ് ഓൺ എ തെറപ്പറ്റിക് ബേസിസ്. ദാറ്റ് മീൻസ് ചീഫ് കംപ്ലൈൻറ്റിൻ്റെ ഒരു പിക്യൂറസ് ടോട്ടാലിറ്റി വെച്ചിട്ട് അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ റെമഡി യൂസ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ടുഡേ ഐ വിൽ ഓൾസോ എക്സ്പ്ലെയിൻ how I learned this remedy and today how am I using this remedy. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2-3-4 കേസ് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് സമയം അനുസരിച്ചിട്ട് ബേസിക് അറ്റ്ലീസ്റ്റ് 2-3 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഫ്രം ദ കേസ് വി വിൽ ഗോ ടു ദ റെമഡി ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലേൺ ദിസ് റെമഡി. ഓക്കെ, അപ്പോൾ ഈ റെമഡി ഞാൻ ആദ്യം പഠിച്ചത് അച്ഛൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അറൗണ്ട് 1995 or 98 അല്ലെങ്കിൽ 2000 എന്നാണ് വെച്ചോളൂ. ആ ഒരു സമയത്ത് ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, IBSന് വേണ്ടി വരായിരുന്നു. അപ്പോൾ ക്ലോസ് ഫ്രണ്ട് പറഞ്ഞത് ആസ് എ ഫ്രണ്ട് ഹി വാസ് ഓൾവേസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ വരിക പോവുക, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നടക്കുന്ന വെച്ചാൽ അവരുണ്ടാവും കൂടെ. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു അങ്കിളിൻ്റെ രീതിയിൽ ഞാൻ കാണുന്ന 42-year-old പേഷ്യൻറ്റ്. അപ്പോൾ ഇവർ ഒരിക്കൽ ഇതുപോലെ വന്നത് IBSന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ IBS എന്ന് പറയുമ്പോൾ പല വർഷങ്ങളായി, പക്ഷേ ഐ നെവർ ടോൾഡ്. അച്ഛൻ പറയണ എന്തുകൊണ്ട് നീ നേരത്തെ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാലും പറഞ്ഞാൽ അതൊക്കെ ഞാൻ നിസ്സാരമായി എടുത്തു, അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് IBS കുറച്ച് കൂടിയ കാരണം ഞാൻ വിചാരിച്ചു ഹോമിയോപ്പതി മരുന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ ജസ്റ്റ് അധികം കേസൊന്നും എടുക്കാണ്ട് പ്രിസ്ക്രൈബ് ചെയ്തു. നെക്സ്റ്റ് വിസിറ്റിലെ പേഷ്യൻ്റ് വന്ന് പറയണ നല്ലപോലെ ഭേദമുണ്ട്, കുറേ കാലം അനുഭവിച്ച ഒരു IBS ആയിരുന്നു, പിന്നെ കുറച്ച് സ്കിൻ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് മാറിയിരുന്നു. സോ ഐ വാസ് റിയലി ഷോക്ക്ഡ്. അച്ഛൻ കേസ് എടുത്തില്ല, അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ അച്ഛൻ ചോദിക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന പണിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയാൾ നമ്മൾ ചെറുപ്പം മുളക്കെ കണ്ടുവരുന്ന ഒരാളായതുകൊണ്ട് അവരെ പറ്റി പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് വി നോ മെനി തിങ്സ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്. ദ വേ ഹി നോസ് അബൌട്ട് അവർ ലൈഫ്, വി നോ അബൌട്ട് ഹിസ് ലൈഫ്. അപ്പോൾ ദ സ്റ്റോറി ഈസ്, ഈ 42-year-old ആയിട്ടുള്ള ഒരു അങ്കിള് നാടും വീടും കുടുംബമൊക്കെ നമ്മൾ നാട്ടിൽ കേരളയിലായിരുന്നു താമസിക്കുന്ന. ഇവിടെ തന്നെ കമ്പനി ക്വാർട്ടേഴ്സിൽ ഒരു ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് മഹാരാഷ്ട്രയിൽ, അവിടുത്തെ കമ്പനി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അപ്പോൾ അച്ഛൻ ചോദിച്ചു നിനക്ക് എന്താ അറിയാം ഇയാളെ പറ്റിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആകെ അറിയുന്നത് ഇയാൾ ഇതുപോലെ ഫാമിലി നാട്ടിലുണ്ട്, ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഫൈറ്റർ പ്ലെയിൻ കമ്പനിയാണ്, നല്ലൊരു പൊസിഷനിലാണ്. പക്ഷേ മിക്കവാറും നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ ഒക്കെ അച്ഛനാ എന്താണ് സുഖമാണോ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ 2 കാര്യമാണ് ഈ അങ്കിൾ എന്നും മിക്കവാറും പറയുന്നത് എൻ്റെ ഓർമ്മയിൽ. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഹി വിൽ ഓൾവേസ് ടോക്ക് അബൌട്ട് മണി. സാലറി വന്നു, അമ്മയ്ക്ക് എത്ര അയച്ചു കൊടുത്തു, പെങ്ങൾക്ക് എത്ര അയച്ചു കൊടുത്തു, മോനെ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നാട്ടിലുള്ള അനിയത്തിയുടെ കുട്ടിക്ക് പിറന്നാളായിരുന്നു, ഞാൻ ഇത്ര കാശ് അയച്ചു കൊടുത്തു, അനിയന് പഠിക്കാനുള്ള പൈസ എത്ര അയച്ചു കൊടുത്തു. അപ്പോൾ മിക്കവാറും ഈ അങ്കിൾ വന്ന് സംസാരിക്കുന്നത് ഫാമിലി കുടുംബത്തിനെ പറ്റിയിട്ട് സംസാരിക്കും. അതും കുടുംബം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പോൾ അച്ഛൻ ജോലി ചെയ്യുന്ന ഫൈറ്റർ കമ്പനിയുടെ ജോലി മോന് കിട്ടിയ അന്നത്തെ കാലത്ത്. അപ്പോൾ ആ രീതിയിൽ ഹീസ് ദ സെക്കൻഡ് സൺ ഓഫ് ദ ഫാമിലി. മൂത്ത ബ്രദർ, അച്ഛൻ മരിച്ച ഒരു 6 മാസം ഉടനെ അച്ഛൻ കല്യാണം കഴിച്ചു, ബ്രദർ കല്യാണം കഴിച്ചു, ഒരു സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു, ബാക്കി കൊച്ചു അനിയത്തി കുട്ടികളുണ്ട്, അവരെ കല്യാണം കഴിച്ചു കൊടുക്കണം, അനിയനെ പഠിപ്പിച്ചു കൊടുക്കണം, പ്ലസ് അമ്മയ്ക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്. അമ്മ ഒരു പാവം സാധു ടൈപ്പ് ഒരു സ്ത്രീയാണ്, ഒന്നും അധികം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഈ അങ്കിൾ എന്നും വരുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഒക്കെ സംസാരിക്കുന്നത് അമ്മയെ പറ്റിയിട്ടും അനിയത്തിയെ പറ്റിയിട്ടും. കല്യാണ ആലോചന വന്നു അനിയത്തിയുടെ ഇന്ന് പഠിത്തത്തിന് പൈസ കൊടുക്കണം, അനിയന് പഠിച്ച ശരിയായിട്ടില്ല, അവന് അന്നത്തെ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് ഞാൻ, അവൻ എന്ത് പഠിക്കുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു യെസ്, ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു കൺസിഡർ ഇൻ യുവർ റെപ്പർട്ടറിയൽ ടോട്ടാലിറ്റി. ആൻഡ് ഹോണസ്റ്റ്ലി എനിക്ക് അതൊന്നും മനസ്സിലായില്ല, ബട്ട് ദിസ് ഈസ് വെരി വാല്യുബിൾ ഇൻഫർമേഷൻ. സോ ദിസ് പേഴ്സൺ ഈസ് ഓൾ ദ ടൈം ടോക്കിംഗ് അബൌട്ട് മണി. അപ്പോൾ പൈസ സാലറി വന്നു, സാലറി പോയി, അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു, പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വൺ കേസ്. ഐ ആം ഗോയിങ് ലിറ്റിൽ ഫാസ്റ്റ്, അധികം ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കേസിൽ ഞാനിപ്പോൾ നമ്മളുടെ 45 മിനിറ്റ്സേ ഉള്ളൂ. PQRS എന്താണ് അത് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. വേറെ ഡീറ്റെയിൽസ് ഐ വിൽ explain in the following slides. So this is the life space of this person. So the story is father is dead.
ഫസ്റ്റ് എൽഡർ ബ്രദർ കല്യാണം കഴിച്ചിട്ട് പോയി. മൂത്ത ചേച്ചിയും കല്യാണം കഴിച്ചിട്ട് പോയി. ഇത് മൂന്നാമത്തെ ആളാണ് കുടുംബത്തിനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കുടുംബം കുടുംബം കുടുംബം, അനിയത്തി അനിയൻ, പഠിത്തം, കല്യാണം എല്ലാം. ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കാത്ത? കാരണം അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ അനിയത്തിമാരെന്ന് പറയുന്നത് ദ യംഗസ്റ്റ് വൺ ഇറ്റ് സെൽഫ് ഈ സ്കൂളിൽ പഠിക്കുന്ന, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന പ്രായമുള്ള പിള്ളേരെ വീട്ടിലുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഇപ്പം തന്നെ ഇത്രയും പ്രായമായി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി. എന്നിട്ട് ഇയാൾ ഇവിടെ തന്നെ ജീവിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന കാശൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവരുടെ ലൈഫ് സ്റ്റോറി. ഓക്കെ, സോ വിൽ ഗോ അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് കേസ്. അതിൻ്റെ ഇടയ്ക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ആ ബ്രദേഴ്സും കല്യാണം കഴിച്ചിട്ട് അവരുടെ കാര്യം നോക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ കാര്യം ഇയാളെ നോക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് കേസ്. ഐ വിൽ കം ബാക്ക് ടു ദിസ് കേസ് ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ് കേസ്. ഓക്കെ, ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇവിടെ കിട്ടിയ ഒരു കേസാണ്. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് കഴിഞ്ഞു 3-4 വർഷമായി. കോവിഡിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കാം ചിലപ്പം. ഇയാളുടെ കുടുംബം നാട്ടിലാണ്, ഇന്ത്യയിലാണ്. അച്ഛന് പാരലൈസ് ആയി, പെട്ടെന്ന് വന്ന ഒരു പാരലൈസ് ആണ് ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് കോവിഡ്. സോ അത് കോവിഡ് കാരണമാണോ വാക്സിനേഷൻ കാരണമാണോ അതൊന്നും നമുക്കറിയില്ല. ബട്ട് അച്ഛന് പാരലൈസ് ആയി. ഇയാൾ സുഖമായിട്ട് ഭാര്യയും 2 മക്കളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അനിയൻ ഗൾഫ് രാജ്യത്തുണ്ട്, ഒരു ഏട്ടൻ US-ലുണ്ട്, ആൻഡ് ഒരു ചേട്ടൻ അവിടെ നാട്ടിൽ ഡൽഹിയിൽ തന്നെ ഉണ്ട്. സോ വിത്ത് ദിസ് 3 ബ്രദേഴ്സ് ദിസ് മാൻ ഈസ് ഹിയർ. അപ്പോൾ ഇയാൾക്ക് ഇവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ കൊളസ്ട്രോളും ഗൗട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നൗ ഹീ ഈസ് ദെയർ വിത്ത് മീ ആസ് എ പേഷ്യൻറ്റ്. ഐ ഗീവ് ദിസ് റെമഡി ടു ഹിം ആൻഡ് ഈസ് മച്ച് ബെറ്റർ വിത്ത് ദാറ്റ്. അപ്പം ഇയാളുടെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞില്ല, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ അതർ കംപ്ലയിൻസ് ബിക്കോസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ ഹോൾ സ്റ്റോറി ഈസ് ദിസ് പാർട്ട് ഓഫ് ദ കേസ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ സ്റ്റോറിയിൽ അച്ഛന് പാരലൈസ് ആയ ശേഷം അച്ഛന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒബ്വിയസ്ലി. അപ്പോൾ അച്ഛൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ പണ്ടേ ഉണ്ടായിരുന്നു ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു അനിയത്തി കുട്ടി വീട്ടിലുണ്ട്. അപ്പോൾ ആ അനിയത്തി കുട്ടി എന്ന് പറയുന്നില്ല, ഇപ്പോൾ അതൊരു സ്ത്രീയാണ്, ഒരു 50 മറ്റേ ആയിരിക്കും. കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ഷീ ഈസ് അറ്റ് ഹോം, അമ്മയുണ്ട് വീട്ടിൽ. നല്ല പേര് കേട്ട കുടുംബമാണ്. അപ്പോൾ ഇയാൾക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ സംസാരിക്കുന്നത് പൈസയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ ഇയാളുടെ കേസിലും 1-2 പ്രാവശ്യം നമ്മളുടെ കോമൺ റൂബ്രിക്സ് പൈസയുടെ കാര്യം സംസാരിക്കുമ്പോൾ ബ്രയോണിയോ, സ്റ്റെഫിസൈഗിരിയോ, ലൈക്കോപെഡി, മാർസനിക് ഒക്കെ കൊടുത്തിട്ട് തോറ്റു ഞാൻ. പിന്നെയാണ് ഞാൻ ഇത് ഓർത്തിട്ട് അയ്യോ ഇയാൾ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്, ബട്ട് ഐ ഷുഡ് ടേക്ക് ടൈം ആൻഡ് ആസ്ക് ഹിം ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഐ ആസ്ക്ഡ് ഹിം ഇൻ ഡീറ്റെയിൽ. ദെൻ ഹീസ് കമ്മിങ് അപ്പ് വിത്ത് ദ സ്റ്റോറി. പേര് കേട്ട കുടുംബമായതുകൊണ്ട് മക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടും അച്ഛനെ നോക്കാനും അച്ഛൻ്റെ കാര്യം നോക്കാനും കുടുംബം അതേ രീതിയിൽ ഒരു റിച്ച് ആൻഡ് ലാവിഷ് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടു നടത്താനുള്ള ഉത്തരവാദിത്തം എൻ്റെ ആയിരിക്കണം. ബിക്കോസ് എൻ്റെ ബ്രദേഴ്സ് അത് ചെയ്യുന്നില്ല. എന്നെക്കാട്ടും മൂത്ത 2 ബ്രദേഴ്സ് ഡൽഹിയിലും US-ലുള്ള ബ്രദർ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് പോവും, കാണും, കുറച്ച് അന്നേരം എന്തെങ്കിലും പൈസ കൊടുത്തു. അല്ലാണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട്, പാരൻസിന് വേണ്ടിയിട്ട് നിത്യമായിട്ട് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ലൈഫ് സ്റ്റൈൽ. The kind of lifestyle that my parents had before he got paralyzed, that same lifestyle ഇന്നും കണ്ടിന്യൂ ആയിരിക്കണം. അതിലൊരു കുറവും വരാൻ പാടില്ല. അത് എൻ്റെ ബ്രദേഴ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ വേണം അവിടെ നിന്നിട്ട് അതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇതുപോലെ ഫാമിലിയും പേഷ്യൻ്റാണ്. ഐ നോ ദ വൈഫ്, ഐ നോ ദ ചിൽഡ്രൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഓപ്പൺലി പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വൈഫിനെ അറിയാമല്ലോ, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ. അതെനിക്ക് അന്നേരമൊക്കെ ഗൗട്ടിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അയാൾ ഓക്കെ പറയും, ചില ദിവസം സ്പൈക്ക് ആവും. ഇന്ന് ഗൗട്ടാണ്, ഇന്ന് വേദനിക്കുന്നു, പിന്നെയും ശരിയാണ്. അപ്പം ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചു, യു ആർ ഗെറ്റിംഗ് റിലീഫ്, യു ആർ ഗെറ്റിംഗ് ബെറ്റർ, ബട്ട് വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് യു ആർ അഗെയിൻ ഗെറ്റിംഗ് ട്രിഗേർഡ്? വാട്ട് ഈസ് എ ട്രിഗർ എലമെന്റ് ഇൻ യുവർ ലൈഫ്? അപ്പം ഞാനിങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ പറയുന്നു, ട്രിഗർ ഇതന്നെ, ഞാനും ഭാര്യയും കൂടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ആർഗ്യുമെന്റ്സിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മളുടെ വീട്ടിൽ, ഇവിടെ UK-ത്തെ ഒരു നല്ല വീട്, കാറ്, വീട്ടിൽ വേണ്ട എല്ലാം സുഖ സൗകര്യം, മക്കൾക്ക് വേണ്ടതെല്ലാം. എന്നാലും അവൾ എന്നെ നോണ്ടിക്കൊണ്ടിരിക്കും. കതവ് ശരിയല്ല, കതവ് നേരാക്കാൻ പൈസ ഇല്ല, പക്ഷെ ഇത്രയും കാശ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം വല്ല ആവശ്യമുണ്ടോ? മോൾക്ക് പിയാനോ ക്ലാസ്സസിന് പഠിച്ച് പിയാനോ പഠിച്ചു, പക്ഷെ മോൾക്ക് ഒരു പിയാനോ മേടിക്കാനുള്ള കാശില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാ വീട്ടിൽ ഇത്രയും കാശ് അയച്ചു കൊടുത്തു? അപ്പോൾ ഇതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ ഞാൻ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഭാര്യയും പറഞ്ഞു വന്നത് അതാണ്, പാരലൈസ് ആയിട്ടുള്ള ഫാദറിന് തൊട്ടനും പിടിച്ചൊന്നും ഡൈപ്പർ മാറ്റിക്കൊണ്ടിരിക്കും, ഡൈപ്പറിൻ്റെ ചിലവ്. വീട്ടിൽ അത്ര വലിയ അങ്ങനെ പ്രായമുള്ള നല്ല ആരോഗ്യമുള്ളവരൊന്നുമില്ല. എന്നാലും 3 നേരം മുസ്ലിം ഫാമിലിയാണ്. അപ്പം 3 നേരം അവർക്ക് നോൺ വെജ്, ഹെവി ആയിട്ടുള്ള നോൺ വെജ് വേണം. അത് മേടിക്കുക, ഉണ്ടാക്കുക, കളയുക. പിന്നെ അവരെ നോക്കാൻ 3-4 സർവൻസിനുള്ള ഫുഡും കൂടി എൻ്റെ ഹസ്ബൻഡ് വേണം സ്പോൺസർ ചെയ്യാൻ ഇവിടുന്ന്. നമുക്കിവിടെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, കാറിൻ്റെ ഒരു ടയർ മാറ്റാനോ അല്ലെങ്കിൽ കതവ് ശരിയല്ല, ഗേറ്റ് ശരിയല്ല, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പിഷ്കത്തരം കാണിക്കും. എൻ്റെ അടുത്ത് പിഷ്കത്തരം കാണിക്കും.
കാണിക്കും, പക്ഷെ അവിടെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് ദ സ്റ്റോറി ദറ്റ് വൈഫ് ഈസ് സെയിങ്. സോ വാട്ട് ഈസ് എ മാൻ ഹിയർ ഡൂയിങ്? ദ മാൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹനിമൻ ലാംഗ്വേജിൽ മാൻ എന്താണ്? മാൻ ഈസ് ടേക്കൺ അപ്പ് ദിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡൂയിങ് എവറിഥിങ് ഫോർ ദ ഫാമിലി. ചേട്ടന്മാരുണ്ട്, അനിയനുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യുന്നു. അവർ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ അവരോട് കുറ്റം പറയാനും പോകണില്ല. ഞാൻ പക്ഷേ ഐ ആം ദ മാൻ ഓഫ് ദ ഹൗസ്, ഐ ഷുഡ് സ്റ്റെപ്പ് ഇൻ. എൻ്റെ ഫാമിലി ഒരു റെപ്യൂട്ടഡ് ഫാമിലി ആയിരുന്നു, നല്ല രീതിയിൽ ജീവിച്ചത്. അവർ ഇനിയും നല്ല രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ട എക്സ്ട്രാ എല്ലാം ചിലവുകളും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ഭാര്യ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭാര്യ കുറ്റം പറയുക, ഭാര്യയുടെ കൂടെയുള്ള ആർഗ്യുമെന്റ്സ് ഉള്ള ദിവസം there is a spike in his pain. Okay, so then I have to increase the potency. So once I realized this person is so and so, I had to change the remedy. I gave him this remedy and he was out of it. Okay, that is the second case. Okay, അപ്പം ഇത് വേറൊരു തേർഡ് കേസ്. ഇതും എനിക്ക് വന്ന ഒരു കേസാണ്. ഇതിൽ 26-year-old കല്യാണം കഴിച്ചിട്ടില്ല. ഈ പെണ്ണിന് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് പറഞ്ഞാൽ വന്ന. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു മോളാണ്. അപ്പോൾ അച്ഛൻ പോയപ്പോൾ അച്ഛൻ്റെ പേഷ്യൻസ് ഒക്കെ ഞാൻ മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഈ മോളും എൻ്റെ അടുത്ത്, അപ്പോൾ ഇതിപ്പോൾ കോവിഡ് ശേഷം ഇതുപോലെ ഓൺലൈനിൽ എൻ്റെ അടുത്ത് ചോദിക്കും, ദീദിക്ക് ദവായിലു, ദീദിക്ക് പ്രോബ്ലം എവോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഇവളുടെ കംപ്ലീറ്റ് സ്റ്റോറി അറിയാം. അപ്പോൾ ഐ കുഡ് ക്ലിയർലി ഗീവ് ദിസ് പ്രിസ്ക്രിപ്ഷൻ ടു ഹർ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇവളുടെ സ്റ്റോറിയിൽ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലസ് ആ കുട്ടി ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ടേ ഇല്ല, അച്ഛനില്ലാത്തൊരു കുട്ടിയായിരുന്നു. 3-4 വയസ്സുള്ള സമയത്ത് തന്നെ അച്ഛൻ മരിച്ചു. അമ്മയും 2 പെങ്ങളും ആയിരുന്ന ഒരു കുടുംബമായിരുന്നു. ചേച്ചി നല്ല രീതിയിൽ പഠിച്ചു, നന്നായി ജോലി ചെയ്തു, നല്ല രീതിയിൽ കല്യാണം കഴിച്ചു. ചേച്ചി ഭർത്താവും നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവിടെ അവരുടെ ജോയിന്റ് ഫാമിലി, ഒരു ഗുജറാത്തി ഫാമിലി. അപ്പോൾ നല്ല പ്രോപ്പർ ഹെവി റിച്ച് ഗുജറാത്തി ഫാമിലി ചേച്ചിയുടെ കല്യാണം. സോ ഷി വാസ് വെരി ഹാപ്പി ആൻഡ് ഷി വാസ് ലിവിങ് വെരി നൈസ്ലി. കോവിഡിൽ ചേച്ചി മരിച്ചു. ചേച്ചി മരിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം നന്നായി നടക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇവൾക്ക് ചേച്ചി മരിച്ച ഒരു 2-3 വർഷമായി അവൾക്ക് ഒരു ഭ്രാന്ത് പോലെ പറഞ്ഞു, ആ കുട്ടികളെ എൻ്റെയാണ്, ആ കുട്ടികളെ ഞാൻ വേണം നോക്കാൻ, ആ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ വേണം ചെയ്യാൻ. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ അവൾക്കൊരു പേടി. ജീജാജി പറഞ്ഞ ചേച്ചിയുടെ ഭർത്താവ് രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നു എനിക്ക് തോന്നുന്നു. അവർ ജോയിന്റ് ഫാമിലിയാണ്, അവരുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കുട്ടികളെ മക്കളെ നോക്കാൻ ആൾക്കാരുണ്ട്. ആ ചേച്ചിയുടെ ഭർത്താവ് നല്ല ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളാണ് അവർ, എൻ്റെ ചേച്ചിയുടെ കുട്ടികളാണ്. എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ വേണം നിന്നിട്ട് ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും പിടിക്കാനൊക്കെ. അപ്പോൾ ഈ പെണ്ണിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തിരക്ക് പിടിച്ച ജീവിതമായി പോയി അവളുടെ. ചേച്ചിയുടെ വീട്ടിൽ പോവുക, ചേച്ചിയുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവരെ ഒന്ന് കൊച്ചു കുട്ടിയാണ്, ഒന്ന് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ വാക്സിനേഷൻ ഓടി നടക്കുക, മൂത്ത കുട്ടിയുടെ സ്കൂൾ ഇവൻസിനൊക്കെ കൂടെ പോയി നിൽക്കുക. അപ്പോൾ എല്ലാത്തിനും എൻ്റെ ചേച്ചി ഉണ്ടെങ്കിൽ അവളുടെ സ്കൂൾ പ്രോഗ്രാമിന് പോലെയായിരുന്നു. എൻ്റെ ചേച്ചി ഉണ്ടെങ്കിൽ അവളുടെ പല്ല് വേദനയുള്ള സമയത്ത് അവളുടെ കൂടെ ഇരിക്കില്ലായിരുന്നു. അവിടെ നോക്കാൻ ആൾക്കാരും ഫാമിലിയിൽ ആ കുട്ടികളുടെ അച്ഛനൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ വേണം എൻ്റെ ചേച്ചിയുടെ കാര്യം നോക്കാം, ഞാൻ വേണം എൻ്റെ ചേച്ചിയുടെ പോലെ എൻ്റെ മക്കളെ, ആ കുട്ടികളെ അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ വേണം എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ. സോ ദിസ് ഈസ് ഹാപ്പനിങ്. അത് കാരണം അവൾ ജോലിയിൽ പല സമയങ്ങൾ അവളുടെ ഒരു ഇറഗുലാരിറ്റിയാണ് വരാൻ തുടങ്ങി. ആ കുട്ടികളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഈ പെണ്ണ് അവളുടെ എല്ലാ ഷെഡ്യൂളും ഡിസ്റ്റർബ് ചെയ്തിട്ട് ആ കുട്ടികളെയും കൂടെ ഫിറ്റ് ചെയ്യാൻ നോക്കണം. ഷീ ഈസ് ട്രൈങ് ടു ഫിറ്റ് ദോസ് ചിൽഡ്രൻ ഇൻ ഹർ ടൈം ടേബിൾ ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദർ ഇസ് ലോട്ട് ഓഫ് സ്ട്രെസ്. അത് കാരണം അവൾക്ക് ഒരു വിഷമവും പേടിയും ടെൻഷനും പ്ലസ് ദർ ഇസ് ദിസ് മദർ. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഏർണിംഗ് വെച്ചിട്ടും ഈ പെണ്ണാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇത് അമ്മയ്ക്കും അതിൻ്റെ ആയിട്ടുള്ള ടെൻഷൻ. സോ ദാറ്റ് ഹാസ് കോസ് ലോട്ട് ഓഫ് disturbance inside her. Okay, so this is the third case. I will go to all the detailed slides and then I'll again come back to this cases so as to understand it in a better way. എല്ലാം കറക്റ്റ് ആണോ? ഓഡിയോ വീഡിയോ ഒക്കെ ഡോക്ടർ? ഓക്കെ ഫൈൻ. ഓക്കെ, സോ ഇത് വേറൊരു കേസാണ്. ഇത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദിസ് വിൽ ടേക്ക് ടു മച്ച് ഓഫ് ടൈം. ഇപ്പം തന്നെ നമ്മളുടെ 25 minutes ആയി. So the remedy prescribed in all these cases is Calcarea silicata. ഓക്കെ, അപ്പോൾ കാൽക്കേരിയ സിലിക്കേറ്റ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ മറ്റീരിയ മെഡിക്കായിട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ പ്യുവർലി ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ കാൽക്കേരിയ സിലിക്കേറ്റ ഇസ് എ കോമ്പിനേഷൻ ഓഫ് കാൽക്കേരിയ ആൻഡ് സിലിക്ക. സോ ഇഫ് യു റീഡ് മറ്റീരിയ മെഡിക്ക യു വിൽ അണ്ടർസ്റ്റാൻഡ് ലോട്ട്സ് ഓഫ് കാൽക്കേരിയ പ്രോപ്പർട്ടീസ് ആൻഡ് സിലിക്ക പ്രോപ്പർട്ടീസ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കാൽക്കേരിയ സിലിക്കേറ്റ ഈസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് ഏജൻറ്റ്. നമ്മൾ സിമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പണിക്ക് യൂസ് ചെയ്യുന്ന സിമെന്റിൽ വൺ ഓഫ് ദ കീ ഇൻഗ്രീഡിയൻറ്റ് ഈസ് കാൽക്കേരിയ സിലിക്കേറ്റ. അതുപോലെ
ഉപ്പ് എന്ന് പറയുന്നത് കല്ലിൻ്റെ ഫോമിലാണ് വരിക, കല്ലുപ്പാണ്. പക്ഷെ നമ്മളിപ്പോൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോയിങ്, നമ്മുടെ ആഡിലും കാണിക്കല്ലോ ഫ്രീ ഫ്ലോയിങ് ടേബിൾ സോൾട്ട്. സോ calcareous silicata is used in salt so that from the rocky consistency, rock എന്ന് പറഞ്ഞാൽ ആ ഒരു കല്ല് പോലെ അല്ലാണ്ട് ഫ്രീ ഫ്ലോയിങ് ആവാൻ നമ്മൾ calcareous silicate ആണ് അതിൽ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ സിമെന്റ് ഈസ് ഫോർ കൺസ്ട്രക്ടിങ്, ഇഷ്ടിക കൊണ്ട് വീട് പണിയാനോ കാര്യങ്ങൾ പണിതെടുക്കാൻ ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് calcareous silicata യൂസ് ചെയ്യുന്നത്. സോ അഫ്കോഴ്സ് ദർ ആർ മെനി അതർ യൂസേഴ്സ്, പ്രിസർവേറ്റീവ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, വേറെയും കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ടുഡേ വി ആർ നോട്ട് ഗോയിങ് ടു തിങ്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. കാരണം ഒരു ഡോക്ടറൈൻ ഓഫ് സിഗ്നേച്ചർ ആയിട്ട് ഒരു ഹോമിയോപ്പത്തിക് പോയിന്റ് ഓഫ് വ്യൂ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഓർത്തിരിക്കണം. സോ ഇറ്റ് ബിക്കംസ് വെരി ഈസി ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് role of calcareous silicata is homeopathically important for us. Okay. അപ്പം ബോറിക്കിൽ എഴുതിയിരിക്കുന്ന ഒരു ഫസ്റ്റ് ലൈൻ which is very, very important is a deep, long-acting medicine for complaints which come on slowly and reach their final development after long periods. This sentence is very, very important. അപ്പോൾ ഇതാണ് അച്ഛൻ പറഞ്ഞത്. വേൾഡ് വാർ സമയത്ത്, വേൾഡ് വാർ കഴിഞ്ഞു, പക്ഷെ അത് ശേഷമുള്ള ഒരു 8-10 വർഷങ്ങൾ അതിൻ്റെ പാത്തോളജി നമുക്ക് കാണാൻ പറ്റി. അതുപോലെ കോവിഡ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതായിരുന്നു 2020, 2024, 25 തൊട്ട്. സോ ദിസ് ഈസ് സ്ലോ. സംഭവിക്കാനുള്ള കാര്യങ്ങൾ, ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു ലോസ് വന്നു, സോ സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ഇന്ന്, then man will come with a presentation of pathology after many years. So that is a slow pathology, slow development, and this is deep acting and long acting. Okay, this is how I have learned remedies. അപ്പോൾ അതാണ് പറഞ്ഞത്, അന്ന് സംഭവിച്ച കാര്യത്തിൻ്റെ എഫക്ട്സ് ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഈ പറഞ്ഞ കേസുകൾ നമ്മൾ കണ്ടുവല്ലോ, മരിച്ചത് അന്ന്, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അഡൽട്ട് ഇൻ ദ ഫാമിലി പോയത് കുറച്ച് വർഷങ്ങൾ മുമ്പ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. നമ്മളുടെ അറ്റൻഷൻ, വാട്ട് ആം ഐ ഡൂയിങ് ഇൻ ലൈഫ് ആൻഡ് ഹൗ ആം ഐ ഡൂയിങ് ഇൻ ലൈഫ്, ഐ റീചേഞ്ച് എവറിഥിങ്. ഐ ചേഞ്ച് മൈ ഡെഫിനേഷൻ ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എൻ്റെ ജോലി, എൻ്റെ പഠിത്തം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ് ഉള്ള ഒരു ഔട്ട്ലുക്കിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു എപ്പിസോഡ് ലൈഫിൽ നടന്ന കാരണം ഐ ടേക്ക് അപ്പ് മോർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇന്ന് അത് ഞാൻ ചെയ്യുന്നു, നാളെയും ചെയ്തു എന്ന് വരും, പക്ഷെ മറ്റന്നായിരിക്കും അതിൻ്റെ പെത്തോളജി സെറ്റ് ആവാൻ പോകണം. ദാറ്റ് ഈസ് ഹൗ calcareous silicata is. The pathology comes on very slowly and they will reach their final development after long period. അപ്പോൾ നമ്മൾ ഹോമിയോപ്പത്തിക് ലാംഗ്വേജിൽ പറയുമല്ലോ സോറ, സൈക്കോസിസ്, സിഫിലിസ്. അപ്പോൾ ഈ പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് മിക്കവാറും, അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് അതാ പറഞ്ഞിരിക്കുന്നത്, യു വിൽ സീ സോറിക് സ്റ്റേറ്റ് ഓഫ് ദിസ് റെമഡി ഡ്യൂറിങ് 4 or 5 years after the ailments from. അപ്പോൾ ailments from കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു 4-5 years നമുക്ക് അതിൻ്റെ സോറിക് സ്റ്റേറ്റ് കാണാം. നമ്മൾ അഥവാ ഞാൻ പറഞ്ഞില്ലേ, ദിസ് റെമഡി ഈസ് വെരി ക്ലോസ് ടു അവർ യൂഷ്വൽ പോളിക്രിസ്റ്റ്. നമുക്ക് സ്റ്റാഫിസൈഗ്രി ആയിരിക്കാം, ആർസനിക് ആയിരിക്കാം, ലൈക്കോപോഡിയം ആയിരിക്കാം, ഫോസ്ഫറസ് ആയിരിക്കാം. അതുപോലെ നമുക്ക് തോന്നും ഈ പേഴ്സണാലിറ്റീസ് നമ്മളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോഴും അവരുടെ പ്രസൻറ്റിങ് ചീഫ് കംപ്ലയിൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈ ഒരു പോളിക്രിസ്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. അവർക്ക് പാർഷ്യൽ റിലീഫിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കടന്നിട്ട് 30 200 1M പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പേഷ്യൻ്റ് കുറച്ച് ബെറ്ററാണ്, കുറച്ച് കൂടി, കുറച്ച് കുറഞ്ഞു. സോ we will keep doing this, പക്ഷേ we are not hitting the minimum with calcareous silicata, because that person is calcareous silicata. We might miss calcareous to see this person because we do not know calcareous silicata. Meanwhile, you are missing the patient and you are pushing the patient from SORA to psychosis. പിന്നെയും ആ സ്റ്റേറ്റിലും നമ്മളുടെ സിമിലിമം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സൈക്കോസിന് സിഫിലിറ്റിക്കൽ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സോറിക് ഫേസ് എന്തൊക്കെയായിരിക്കും, കാരണം നമ്മളിൽ അത്ര സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സോറിക് ഫേസിൽ പേഷ്യൻറ്റിന് പ്രസൻറ്റേഷൻ എന്തായിരിക്കാം എന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ പേഷ്യൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള റുബ്രിക്ക് എയിൽമെൻറ്റ്സ്, എന്ത് കാരണമാണ് ഞാൻ പറഞ്ഞില്ലേ, ചിരിച്ചിട്ടും കളിച്ചിട്ടും ഹാപ്പി ആയിട്ട് ജോളിയായി ജീവിക്കുന്ന ഒരാൾ സഡൻലി ദർ ഈസ് എയിൽമെൻറ്റ്സ് ഫ്രം ഡെത്ത് ഓഫ് ലവ്ഡ് വൺസ്, ഓഫ് പാരൻസ് ഓർ ഫ്രണ്ട്സ്. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ ഇപ്പോൾ ലണ്ടനിൽ അത് എൻ്റെ പേഷ്യൻ്റ് ഒന്നുമല്ല, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ടാണ്. ഫാമിലി ഫ്രണ്ടും അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കലീഗ് ആണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എന്ന് പറയാം. അപ്പം ഭർത്താവ് മരിച്ചു. ദാറ്റ് ലേഡി ഹാസ് ടേക്കൺ അപ്പ്
എൻറ്റയർ റെസ്പോൺസിബിലിറ്റി. ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും. അവൾ പണ്ട് കുടുംബത്തിലുള്ള കാര്യങ്ങൾ, അവളും അവളുടെ ഭർത്താവും മക്കളും മാത്രമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അവളിപ്പോൾ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഫ്രണ്ട് മരിച്ചു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ കാര്യങ്ങളും ഫ്രണ്ടിൻ്റെ ഫ്യൂണറലിന് പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ആ രീതിയിൽ ഒരു ഫ്രണ്ട് മരിച്ചാലും പാരൻസ് മരിച്ചാലും അവരുടെ എയിൽമെൻറ്റ്സ് ഫ്രമാണ് ആദ്യം ബാധിക്കുന്നത് ഈ കാൽക്കേരിയ സിലിക്കാറ്റ പേഴ്സണാലിറ്റീസിന്. So what happens is family is very important for Calcarea silicata. So there is too much of love for the family and there's too much of anxiety about the family. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ചേട്ടൻ പോയി, ഇനിയിപ്പോൾ എന്ത് നടക്കും, അവരുടെ ലൈഫ് അവരെങ്ങനെ ജീവിക്കും, ചേട്ടൻ്റെ ഭാര്യയും മോളും ഒക്കെ എങ്ങനെ ജീവിക്കും, അച്ഛനെ പാരലൈസ് ആയി, അപ്പോൾ ഇനി അമ്മയുടെ കാര്യം എന്താണ്, സിസ്റ്ററിൻ്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു. ഞാൻ പറയാം എൻ്റെ ഫസ്റ്റ് കേസ്, അച്ഛൻ മരിച്ചു, ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അന്ന് ആ അങ്കിൾ ബികോം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എംകോമിന് പോകണം, ലോ പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ച അവസ്ഥയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കേസിൽ അങ്കിളിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ അവസ്ഥയിൽ ആ ജോലി അങ്കിളിന് കിട്ടി. സോ ഹി ഹാഡ് ടു ഗീവ് അപ്പ് ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് ദെൻ ഹി ടുക്ക് അപ്പ് ദിസ് ജോബ്. വൈ ഡിഡ് ഹി ഡു ദിസ്? ബിക്കോസ് ടു മച്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ ഫാമിലി. ഡ്യൂട്ടി, സെൻസ് ഓഫ് ഡ്യൂട്ടി. ഞാൻ വേണം ഈ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ, ഞാൻ വേണം ഈ അനിയത്തിയുടെ പഠിത്തവും അനിയൻ്റെ പഠിത്തവും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെ എല്ലാം കാര്യങ്ങളും നോക്കി വരാൻ ഞാൻ വേണം. അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛൻ ഏത് രീതിയിൽ ഇതൊക്കെ നോക്കി വന്നിട്ടും ആ രീതിയിൽ ഞാൻ വേണം ഇത് ചെയ്തു വരാൻ. സോ ദിസ് ഈസ് ക്രിയേറ്റിംഗ് പത്തോളജി ഇൻസൈഡ് ദിസ് പേഷ്യൻ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ റെപ്പർട്ടറിയൽ ടോട്ടാലിറ്റിയിൽ കാണുന്നുണ്ട് കാൽക്കേരിയ, ആർസനിക്, ഇഗ്നേഷ്യ. ദിസ് ആർ ദ റെമഡീസ് ദാറ്റ് വി ഫീൽ ആർ വെരി ക്ലോസ്. ഓക്കെ, സോ ഇഫ് യു ടേക്ക് ഇൻ ടു പിക്ചർ കാൽക്കേരിയ, ആർസനിക്, ഇഗ്നേഷ്യ, there are many more, കോക്കുലസ് ആയിരിക്കാം, നക്സ് ആയിരിക്കാം, അതുപോലെ ഒരു പ്രസൻറ്റേഷൻ. ബട്ട് ദിസ് പീപ്പിൾ ഹാവ് ഗോട്ട് ടു മച്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇവിടെ UK പേഷ്യൻ്റ്, ഒരു ബ്രദർ US ഒരു ബ്രദർ ദുബായിലുണ്ട്, ഒരു ബ്രദർ ഡൽഹിയിലുണ്ട്. അവർ ചെയ്യില്ലേ എനിക്കറിയണ്ട, ഞാൻ വേണം, ഐ ഹാവ്. സോ ദാറ്റ് ട്രെമെൻഡസ് സെൻസ് ഓഫ് ഡ്യൂട്ടി ടുവേർഡ്സ് എ ഫാമിലി, ട്രെമെൻഡസ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ ഫാമിലി ഈസ് വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കാൽക്കേരിയ സിലിക്കേറ്റ. So now what happens? You have too much of sense of responsibility. അപ്പം എന്ത് വേണം, എങ്ങനെ ചെയ്യണം, എൻ്റെ കുടുംബം എന്താവും, എൻ്റെ അനിയത്തി എന്ത് ചെയ്യും, എൻ്റെ ചേട്ടൻ്റെ മോള് എങ്ങനെ പഠിക്കും, അവൾ എങ്ങനെ നന്നാവും, അവളുടെ കാര്യങ്ങൾ ഞാൻ വേണം നോക്കാം. സോ ദർ ഇസ് ഓൾ ദ ടൈം ദിസ് പേഷ്യൻ്റ് ഹാസ് ഗോട്ട് എൻസൈറ്റി. അപ്പം നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ എക്സ്റ്റെൻഡഡ്, ഓഫ് കോഴ്സ് നമ്മൾ ഡീറ്റെയിൽ കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ നമ്മളൊന്ന് കംഫർട്ടബിളി ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുത്താൽ അവർ മിക്കവാറും നമ്മളുടെ അടുത്ത് പറയുന്ന കുടുംബകാര്യങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം പഠിച്ച ഈ കേസിൽ ആ അങ്കിള് നമ്മളെ അടുത്ത് വരുമ്പോഴും കാണുമ്പോഴൊക്കെ ചേച്ചിയുടെ കല്യാണ കാര്യം, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ബിസിനസ് ലോസ് ആയിപ്പോയി, ഇനിയിപ്പോൾ അവർക്കും കുറച്ച് പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അനിയനെ പഠിപ്പിക്കണം. അപ്പോൾ ഏത് നേരം അവരുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? റിലേറ്റീവ്സ്, about health of the relatives, about his own family members, and last is health of himself. അപ്പോൾ എനിക്ക് വല്ല അസുഖം വന്നാൽ എൻ്റെ കുടുംബത്തിന് ആര് നോക്കും, കുടുംബനാഥൻ ഞാനാണെന്ന്. അപ്പോൾ അവരായിട്ട് ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ UK പേഷ്യൻ്റ് എന്ന് പറഞ്ഞ ഒരാൾ, നോബഡി ഈസ് ഫോഴ്സിങ് ഹിം. ആ ബ്രദേഴ്സ് അവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 3 ബ്രദേഴ്സ് ഫാദറിന് വേണ്ട കാര്യങ്ങൾ ബേസിക് അവർക്ക് എന്താ പറ്റണം അവരത് ചെയ്യില്ല എന്നല്ല, അതേ രീതിയിൽ ഇയാൾക്കും വേണ്ടാതെ അവനവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ, അല്ല. ദിസ് ലവ് ഓഫ് ഫാമിലി ഈസ് സോ മച്ച് ദാറ്റ് ഹി ഹാസ് ടേക്കൺ ഇറ്റ് ആസ് ഐ ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ അത് കാരണം ഭയങ്കര എൻസൈറ്റിയാണ്. അവിടെ ദിവസം ഫോൺ ചെയ്യുക, അതുപോലെ മോനെ നീ അവിടെ എത്തിയോ, എൻ്റെ ഫ്ലൈറ്റ് കറക്റ്റ് സമയത്തിന് എത്തിയോ, നീ അവിടെ എത്തിയോ. അപ്പോൾ ആ ഒരു എൻസൈറ്റി, എന്തിനാ എൻസൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഉണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ നോക്കില്ലായിരുന്നു മോനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തോ, മോൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ആയോ എന്നൊക്കെ. അപ്പോൾ ഇവിടുന്ന് ആ ഒരു വെപ്രാള മനസ്സിൽ എൻ്റെ ചേട്ടനില്ല, അപ്പോൾ ചേട്ടൻ്റെ സ്ഥലത്ത് ഞാൻ വേണം ആ മോനെ നോക്കാൻ. അവന് US പോയി പഠിക്കാനുള്ള കാശ് ഞാൻ കൊടുത്തു, അവൻ്റെ വിസയ്ക്കുള്ള പരിപാടികളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അതുമാത്രമല്ല അവനെ ട്രാക്ക് ചെയ്യണം, അവനവിടെ എത്തിയോ, അവനവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ. ദാറ്റ് ഈസ് ദാറ്റ് എക്സസീവ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഫോർമാലിറ്റിക്ക് മക്കൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അനിയന്മാരൊക്കെ കൂടിയിട്ട് ചേട്ടൻ്റെ മകനെ പഠിക്കാനുള്ള കാശ് കൊടുക്കുകയായിരിക്കും. പക്ഷേ ദിസ് കാൽക്കേരിയ സിലിക്കേറ്റ കനോട്ട് ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് ലീവ് ഇറ്റ്. ഹി ടേക്സ് ഇൻ ദാറ്റ് സ്ട്രെസ്. ഹി ഹാസ് ഗോട്ട് സോ മച്ച് ഓഫ് എൻസൈറ്റി ഫോർ ഹിസ് ഫാമിലി മെമ്പേഴ്സ്, ഫോർ ഹിസ് റിലേറ്റീവ്സ്, ദാറ്റ് ഹി ടേക്സ് ദാറ്റ് സ്ട്രെസ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സ്ട്രെസ് ഹിസ് ലൈഫ് ഈസ് ലോഡഡ് വിത്ത് ദാറ്റ്. രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വന്ന സമാധാനത്തോട് TV നോക്കിയിട്ട് ഫാമിലിയുടെ കൂടെ ഭാര്യയും മക്കളുടെ കൂടെ ജീവിക്കേണ്ട ഇടയിൽ വീട്ടിൽ ഫോൺ ചെയ്യുക, അമ്മയുടെ അടുത്ത് ചോദിക്കുക, അച്ഛൻ്റെ ഡൈപ്പർ ഉണ്ടോ അച്ഛൻ്റെ കയ്യിൽ, അച്ഛൻ്റെ മരുന്ന് കൊടുക്കാനുള്ള അച്ഛൻ്റെ നേഴ്സ് അവിടെ വീട്ടിലുണ്ടോ, സിസ്റ്റർ ഹാൻഡിക്യാപ്റ്റാണ് അപ്പോൾ സിസ്റ്ററിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, സിസ്റ്ററിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി ആരെങ്കിലും കൊണ്ടുപോയോ.
പല കുടുംബം family related problems are always running in his mind. So when he is sitting back with his family here in UK, he cannot sit back and relax. He's all the time anxious about his family members. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ കാര്യം ആരെ നോക്കും? ഇത്രയും മെമ്പേഴ്സിന്റെ കാര്യം ഞാൻ വേണം നോക്കാൻ. സോ എങ്സൈറ്റി, അപ്പോൾ ഇവർക്ക് ചുമയാണോ കോൾഡാണോ പനിയാണോ എന്നൊക്കെ വരുമ്പോൾ ഭയങ്കര ആങ്ഷ്യസ് ആവും. സോ ഇത് നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ ആരായാലും അച്ഛനോ അല്ല ഹസ്ബൻഡോ വൈഫോ മക്കളോ ഒന്ന് പറയും, പണ്ട് പപ്പ എങ്ങനെയൊന്നും ആയിരുന്നില്ല, പണ്ട് പപ്പ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഇപ്പൊ പപ്പ കുറച്ച് 4-5 പ്രാവശ്യം ചുമച്ചാൽ ഭയങ്കര വെപ്രോളാണ് പപ്പയ്ക്ക്. പപ്പ എന്താ ഇത്ര ടെൻഷൻ എടുക്കുന്ന മനസ്സിലാവില്ല. ഡോക്ടർ യു ഡു സംതിങ്, ദിസ് അച്ഛൻ ഫാദേഴ്സ് ബിഹേവിയർ ഇസ് വെരി വിയർഡ്. അപ്പോൾ ദിസ് ഈസ് എൻസൈറ്റി ഫോർ ഹിസ് ഹെൽത്ത്. ആൻഡ് സിൻസ് വെൻ ഹാസ് ദിസ് സ്റ്റാർട്ടഡ്? സിൻസ് ദാറ്റ് ടൈം ഹി ഹാസ് ടേക്കൺ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹിസ് എൻറ്റയർ ഫാമിലി. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി ക്ലിയർലി എവിഡന്റ്. മൈ ഫാദർ വാസ് നോട്ട് ലൈക്ക് ദിസ് ആങ്ഷ്യസ് ബിഫോർ, ബട്ട് നൗ ഈസ് ആങ്ഷ്യസ് ഫോർ എവറിഥിങ്. ഓക്കെ, so that is anxiety for the health. But why anxiety for the health? He is not selfish. He is not thinking about himself. He is thinking about the responsible people in his life. Okay. അപ്പോൾ നമ്മൾ പറയില്ലേ ആദി പിടിച്ച വ്യാധി. സോ ദാറ്റ് മീൻസ് anxiety is the mother of all emotions. So once that man is loaded with so much of anxiety, then the next emotion that will engulf, that will be loading his brain, his emotions, is fear. അപ്പോൾ ഫിയർ എന്തിനെ പറ്റിയിട്ടാണ് ഇവർക്ക് അധികം ഫിയർ ഉള്ളത്? ഫിയർ അബൌട്ട് ഫാമിലി മാറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു അസുഖം വന്നു, ചുമ വന്നു, ബ്ലഡ് പ്രഷർ കൂടി, ആരെയെങ്കിൽ അച്ഛനോ അമ്മയോ സിസ്റ്ററോ ബ്രദറോ എനിബഡി ഇൻ ദിസ് ഫാമിലി, ഹി ബിക്കംസ് വെരി ഫിയർഫുൾ, ഹി ബിക്കംസ് വെരി സ്കെയർഡ്. നീ പെട്ടെന്ന് അമ്മേനെയും കൊണ്ട് പോ ഹോസ്പിറ്റലിൽ, അയ്യോ ചേട്ടാ അത്രയ്ക്കൊന്നും ഇല്ല പ്രശ്നം, അല്ലേ നീ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്. അത് അവിടുന്ന് അവൾ പോയിട്ട് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എടുക്കണ വരെ ഇയാൾ ഇവിടുന്ന് അനിയത്തിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും, നീ അമ്മയെ കൊണ്ടുപോ, അമ്മയെ കൊണ്ടുപോ. that is the fear of something that will happen into my family members' life. അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ ഇത്രയും ചെയ്ത് വരണ്ട എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, കഷ്ടപ്പെട്ടിട്ട് പല സ്ഥലങ്ങളും പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കി വന്ന കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, എന്നാലും ഏതെങ്കിലും രീതിയിൽ ഞാൻ തോറ്റു പോവോ, ഏതെങ്കിലും രീതിയിൽ ദാരിദ്ര്യം വരും. പോവർട്ടി ഈസ് ദാരിദ്ര്യം, നോ മണി, ഐ ആം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. സോ ദെൻ ഇറ്റ് ഈസ് നോട്ട് മീ, it is not my first family, my extended family, what will happen to them? അതുപോലെ ഫിയർ ഓഫ് ഇംപെൻഡിങ് ഇൻക്യൂറബിൾ ഡിസീസ്. പനി വന്നാലോ ചുമ വന്നാലോ ഭയങ്കര പേടി, എന്തെങ്കിലും ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും മാരോഗം വരും. ബട്ട് വൈ ഈസ് ദിസ് ഫിയർ? ബിക്കോസ് he has taken up extra responsibility, and his fear is nothing but if something goes wrong, if this disease is incurable, then what will happen to the entire list of people who I am taking care of? Okay. പിന്നെ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്, അത് ഞാൻ പറയാം. ഫിയർ ഓഫ് പ്രൊട്ടക്റ്റഡ് ഫീലിംഗ്, അഗെയിൻ ദാറ്റ് ഈസ് കമ്മിങ് ദ സ്ലൈഡ്. ഇത് നമ്മളുടെ ഒരു സിലിക്ക പേഴ്സണാലിറ്റീസ്, അവർക്ക് ഇമേജ് കോൺഷ്യസ് ഭയങ്കര. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇവിടുത്തെ UK കേസ്, കുടുംബം ഒരു രീതിയിലാണ്, ഒരു ഇമേജ് ഉണ്ട്, ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, നമ്മുടെ ഫാമിലിയുടെ ഒക്കെ ഒരു സ്റ്റേറ്റസ് ഉണ്ട്, ആ രീതിയിൽ വേണം കാര്യങ്ങൾ നടക്കാൻ. സോ ദേ ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദർ ഫാമിലി ഇമേജ്, ദേ ആർ കോൺഷ്യസ് അബൌട്ട് ദ ഫാമിലി റെപ്യൂട്ടേഷൻ. അപ്പോൾ പണ്ട് ഇത്രയും സുഖസൗകര്യത്തിൽ ജീവിച്ച ഫാദർ പാരലൈസ് ആയി കടന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫാദറിൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാ രീതിയിലും ചേഞ്ച് ആയി, ഫുൾ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി. അത് അങ്ങനെ ആവാൻ പാടില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? ഇത്രയും 4 മക്കള്, 4 വെളി രാജ്യത്ത് NRI മക്കൾ ഉണ്ടായിട്ടും കുടുംബത്തിന്റെ അവസ്ഥ കണ്ടോ എന്തായിരിക്കണം? അങ്ങനത്തെ ഒരു പേര് ദോഷം എൻ്റെ കുടുംബത്തിൽ വരാൻ പാടില്ല. അച്ഛനില്ലാത്ത മോളാണ്, കണ്ടോ കല്യാണം എങ്ങനെ നടന്നു? അച്ഛനുണ്ടെങ്കിൽ എത്ര നല്ല രീതി കല്യാണം നടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പേര് ദോഷം വരാൻ പാടില്ല. സോ ദാറ്റ് ഈസ് എ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ്. ഇതൊരു സിലിക്ക കമ്പോണന്റ് ആണ്, കാൽക്കേര സിലിക്ക. ദേ ഓൾവേസ് ഹാവ് ദാറ്റ് ഇമേജ് കോൺഷ്യസ്നെസ്. ഓക്കെ. ഫിയർ ഓഫ് ലൂസിങ് പ്രൊട്ടക്ഷൻ, ഐ വിൽ കം ടു ദാറ്റ്. ദാറ്റ് ഈസ് എ കാൽക്കേരിയ എലിമെന്റ്. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള റുബ്രിക്ക് ഇവരുടെ ഉള്ളത് protected, want of protected feeling, protective and desire to protect. So why this is very important is, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുടുംബനാഥൻ എന്ന് പറയുന്നത്, ഒരു തലവൻ എന്ന് പറയുന്നത്, you all feel father is a man of the house, അല്ലെങ്കിൽ big brother is a man of the house. അപ്പോൾ താഴെയുള്ളവരൊക്കെ they feel safe and protected. അപ്പോൾ സ്പെഷ്യലി ദൂരെ വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്ക് സ്പെഷ്യലി അവിടെ അച്ഛൻ ഉണ്ടല്ലോ, അച്ഛൻ നോക്കിക്കോളും കാര്യങ്ങൾ, ഞാനിപ്പോൾ ഒന്ന് കടന്നുറങ്ങാം, നാളെ രാവിലെ ഫോൺ ചെയ്ത് ചോദിക്കാം അമ്മയുടെ ഹെൽത്ത് ഇപ്പോൾ ശരിയായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ആ ഒരു സമാധാനത്തിൽ ഒരു ആണിന്, മാൻ ഓഫ് ദ ഫാമിലിക്ക് കടന്നുറങ്ങാൻ പറ്റും.
അപ്പോൾ അതുപോലെ പെങ്ങളുടെ കാര്യമൊക്കെ അല്ലേ, അച്ഛന് പെണ്ണ് നോക്കാൻ വന്നു വെച്ചാൽ ശരി എന്നാ അച്ഛന് കാര്യങ്ങളൊക്കെ നോക്കും, കാശിൻ്റെ ചിലവ് നീ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. കാരണം എന്താ, അച്ഛൻ അവിടെ ഉണ്ട്, പെങ്ങളുടെ കല്യാണ കാര്യം നോക്കി എല്ലാം കാര്യങ്ങൾ നീറ്റായി നടത്താൻ അച്ഛൻ അവിടെ ഉണ്ട്, ഞാൻ ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്താൽ മതി. സോ യു ഫീൽ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബിക്കോസ് ദറ്റ് മാൻ ഓഫ് ദ ഫാമിലി ഈസ് ദെയർ. ഓക്കെ, ബട്ട് വെൻ യു ലൂസ് ദറ്റ് മാൻ ഓഫ് ദ ഫാമിലി, യു സ്റ്റെപ്പ് ഇൻ ടു ദറ്റ് റോൾ ആൻഡ് ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ്, ഐ want to protect my family. If I am there and if I am doing the things for my family, I am protecting my family. Okay, so that is where this protected feeling plays a very important role. Okay, അപ്പോൾ രാത്രി സമാധാനത്തോടെ, ഇത് ഞാൻ പറഞ്ഞില്ലേ റിലേറ്റീവ്സ് എന്ന് പറയും, രാത്രി ഉറക്കമേ ഇല്ല എൻ്റെ ഹസ്ബൻഡിന്. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ നാട്ടിൽ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ചിന്തിച്ചിട്ടുള്ള ഉറക്കമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങാത്തതെന്ന് ചോദിച്ചാൽ, അല്ല ഞാൻ വേണ്ടേ കാര്യങ്ങളൊക്കെ കൊണ്ടു നടത്താൻ, അവിടെ കൊച്ചു പിള്ളേരല്ല, അവരെങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടു നടത്താം, ഞാൻ അപ്പം എന്തായാലും നാളത്തെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ പോകണം അവിടെ. So I want to be there. I want to protect the environment, which is that family. That event is happening in my family. I should be there to protect and provide. Okay. So this is a pathological rubric, which is, ഇപ്പം നമ്മൾ പറയുന്നത് rubrics ഒക്കെ pathological. അപ്പം നോർമൽ ആയിട്ടുള്ള rubrics നമുക്ക് pathology നമ്മളുടെ repertoryയിൽ ഇല്ല. So this emotion is deep seated and that is creating problem for this person. അപ്പോൾ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞില്ല, കേസ് ടേക്കിംഗ് ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല, ഓക്കെ ടെൽ മീ വാട്ട് ഈസ് എ മാറ്റർ ഓഫ് സ്ട്രെസ് ഫോർ യു, വാട്ട് ഈസ് ബോദറിങ് ടു മച്ച്. നമ്മളെങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എടുത്ത് പറയുന്നത് കാശിൻ്റെ കാര്യം പറയും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ പൊട്ടത്തരം ചെയ്യുന്നുണ്ട്, കാശിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രയോണി ആയിരിക്കാം, ബിസിനസ് മൈൻഡഡ് ആയിട്ട് നക്സോമിക് ആയിരിക്കാം, ലൈക്കോപോഡിയം ആയിരിക്കാം എന്നൊക്കെ. പക്ഷേ യു ഹാവ് ടു ആസ്ക് മോർ, വാട്ട് അബൌട്ട് മണി ഈസ് കോസിങ് പ്രോബ്ലം ഫോർ യു. അപ്പോൾ എങ്സൈറ്റി അബൌട്ട് മണി. അപ്പോൾ മണി എന്താണ്, മണി എനിക്ക് മാത്രമുള്ളതല്ല, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനോ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിനും കൂടിയുള്ള കാശ്. ചേട്ടൻ മരിച്ചു, ചേട്ടൻ്റെ ഭാര്യയുടെ ഹെൽത്തിന് വേണ്ടിയുള്ള ചിലവ് ഞാൻ തന്നെ ചെയ്യണം. ഇതേ മരിച്ച പോയി ചേട്ടൻ്റെ വേറൊരു അനിയനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോർത്ത് കേസ്, ആ ഫോർത്ത് കേസ് ഇതായിരുന്നു. ബ്രദർ ദുബായിലായിരുന്നു, ഈ പറയുന്ന പേഷ്യൻ്റ് ദുബായിലാണ്, എങ്ക ബ്രദർ ബാംഗ്ലൂരിൽ കിഡ്നി ഫെയിലിയർ. അപ്പോൾ അതൊരു ജേർണി ആയിരുന്നു. കിഡ്നി ഫെയിലിയർ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് തുടങ്ങിയ ഒരു വെപ്രാളം, ആ ബ്രദർ മരിച്ചു കിഡ്നി ഫെയിലിയർ കാരണം. അപ്പോൾ ഈ ബ്രദറിൻ്റെ സെക്കൻഡ് ബ്രദർ കേരളയിലുണ്ട്. അപ്പം ഈ ബ്രദർ ദുബായ് ടു ബാംഗ്ലൂർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാരണം, അവിടെ ഭാര്യയുടെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിനെ അറ്റൻഡ് ചെയ്യാനും ചേട്ടനെ ഡയാലിസിസിൽ കൊണ്ടുപോകാനും. അപ്പോൾ ഇവിടെ ഇയാളുടെ കുടുംബം ഡിസ്റ്റർബ്. എവറി നൗ ആൻഡ് ദെൻ ഹീസ് ഗോയിങ് ടു ബാംഗ്ലൂർ, ഹീസ് പുട്ടിങ് സോ മച്ച് ഓഫ് മണി ഇൻ ട്രാവലിംഗ്, ഹീസ് പുട്ടിങ് സോ മച്ച് ഓഫ് മണി സ്പെൻഡിങ് ഫോർ ദ ബ്രദേഴ്സ് വൈഫ്, ബ്രദേഴ്സ് ഡോട്ടർ. അപ്പം ഇപ്പോഴും കല്യാണം മരിച്ചു അയാൾ, എന്നാലും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി വരിക. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് പൈസ കൊടുത്തിട്ട് റിസോൾവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ദിസ് സോ മച്ച് ഓഫ് ടെൻഷൻ ഇൻസൈഡ്, സോ മച്ച് ഓഫ് ഇന്റർണലൈസേഷൻ ഓഫ് ദിസ് ഇമോഷൻ ദാറ്റ് യു ഗെറ്റ് ഇൻ യുവർ സെൽഫ് ഇൻ ടു ദ കാൽക്കേരിയ സിലിക്കേറ്റ സ്റ്റേറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം എന്ന് ചോദിച്ചു വന്നാൽ അവർ പൈസയുടെ കാര്യമാണ് സംസാരിക്കുക, ആൻസൈറ്റി ഓഫ് മണി. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയില്ല, എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥയോട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അസുഖമൊന്നും വരാൻ പാടില്ല, ബിക്കോസ് ദാറ്റ്സ് എ ഹെൽത്തി സ്റ്റേറ്റ്. സോ വാട്ട് ഈസ് കോസിങ് ഡിസീസ്, വാട്ട് ഈസ് ഡിസ്റ്റർബിങ് ദ ഹെൽത്തി വൈറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, ഇവർക്ക് ദേ ആർ വെരി ഇൻ്റലക്ച്വൽ പീപ്പിൾ, വെരി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അവർക്ക് ഒരു ഫൈനാൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഈ കുടുംബത്തിനെ നോക്കുക, കുടുംബനാഥനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ യു നീഡ് മണി. But they can earn money. They will do it from somewhere or other. They will arrange the money and they will provide that money for the family. But പ്രശ്നം എന്താന്ന് വെച്ചാൽ ailments from being balked, ailments from reproaches, criticism from the family is very sensitive to. They are very sensitive to that. Sensitive to opinion of others, sensitive to reprimand, sensitive to reproaches. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അങ്കിളിൻ്റെ മദർ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യും, മോനെ നീ എന്താണ്ടാ നീ ഇങ്ങനെ, നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, അവന് ബിസിനസ്സിന് എന്തെന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നീ അറിഞ്ഞതല്ലേ, നീ എന്താണ് എങ്ങനെ, നീ ഒരു ആണായിട്ട് എന്തിനാണ് നിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്, അത്രേ പറഞ്ഞോളൂ. അപ്പൊ ഇയാൾക്ക് മോക്കിംഗ് ആയിപ്പോയി. അതുപോലെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ പേഷ്യൻ്റ്, അപ്പോൾ അയാളുടെ ഫ്രണ്ട്, ഇയാൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ ഡയലോഗാണ്, ഇയാളുടെ ഫ്രണ്ട് ഇയാളെ കളിയാക്കുക, അവിടെ അളിയോ കുടുംബത്തിലെല്ലാവർക്കും കാശ് കൊടുത്ത് അവരെയൊക്കെ നന്നാക്കുന്നുണ്ടല്ലോ, ഈ പന്ന കാറ് ഒന്ന് മാറ്റിക്കൂടെ, UK ജീവിക്കുന്ന ഒരു മനുഷ്യനാന്ന് പറഞ്ഞാൽ കണ്ടാൽ തോന്നില്ലല്ലോ, ഇത്ര വർഷം ഈ കാറൊക്കെ വെച്ചിട്ട് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദർ ഈസ് മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഐ ആം ഡൂയിങ് എവറിത്തിങ് ഫോർ മൈ ഫാമിലി മെമ്പേഴ്സ്,
ബട്ട് പീപ്പിൾ ആർ മേക്കിംഗ് ഫൺ ഓഫ് മീ. അതുപോലെ കുറ്റം പറയാം. എന്താണ്ടെന്ന് എനിക്ക് ഇത്രയും കൂടി സമയമില്ല, എൻ്റെ അനിയൻ്റെ പിറന്നാളായിരുന്നില്ല, എനിക്ക് ഒന്ന് ഓൺലൈനിലൊന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറ്റം പറയാം. അതുപോലെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ കേസിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം, സെൻസിറ്റീവ് ടു റിപ്രിമെൻഡ്, സെൻസിറ്റീവ് ടു ഒപ്പീനിയൻ ഓഫ് അതേഴ്സ് ആൻഡ് റിപ്രോച്ചസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഭാര്യയെ കുറ്റം പറയാം, അവിടേക്കൊക്കെ കാശ് അയച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ തോന്നുമ്പോൾ ഒക്കെ അവിടേക്ക് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സിന് വേണ്ടി കാശ് കൊടുക്കാനുള്ള സമയമുണ്ട്. ഇവിടെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അടുത്ത് കാശിൻ്റെ കണക്ക് പറയും. അപ്പോൾ ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയുന്നത് വീട്ടിൽ പോകണമെന്ന് തോന്നില്ല, കാരണം വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ തുടങ്ങും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൾ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. So it is not a big fight problem in your life, but it is a sensitivity of his personality that he gets affected by reproaches, by reprimands. അതുപോലെ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, എന്താ നിന്റെ അച്ഛൻ ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളുടെ കല്യാണം ഇതിനെക്കാട്ടും ഗ്രാൻഡായി നടന്നു തന്നെ. അപ്പോൾ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ് മാറ്റേഴ്സ് എ ലോട്ട്. സോ വെൻ ഐ ആം ഹിയർ, മൈ ഫാമിലി ഷുഡ് നോട്ട് സഫർ ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. വൈ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്? ബിക്കോസ് ആരും അങ്ങനെ അത് പറഞ്ഞു നടക്കാൻ പാടില്ല. അച്ഛൻ ഉണ്ടെങ്കിൽ എന്ത് നന്നായിരുന്നു, ചേട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഭാര്യ മക്കൾ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാനിവിടെ ഉണ്ട്. സോ ദേ ആർ വെരി സെൻസിറ്റീവ് ടു വാട്ട് അതേഴ്സ് വിൽ ടോക്ക് അബൌട്ട് ദം. സോ ദാറ്റ് all things brings pathology. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ ഇവിടത്തെ ഉള്ള പേഷ്യൻ്റ് അയാൾ പറയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഈ ഭാര്യയാണ് വീട്ടിൽ ചെന്നാൽ തുടങ്ങും അവൻ്റെ ഓരോന്ന്. സോ he is doing his work, he is all fine, he is going good, but why is he come up with this uric acid problem? Because there is this constant poking. vital force-നെ ട്രിഗർ ചെയ്തിട്ട് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? reproaches, reprimands from family members. That is this whole set of rubrics. Okay. അപ്പം ഇതിലൊക്കെ വേദന, ഏറ്റവും വലിയ വേദന എന്താണെന്ന് വെച്ചാൽ ഇത് ആരും അറിയണില്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് വിസിബിൾ ഓർ ഓഡിബിൾ. ആരും ഇങ്ങനെ എടുത്ത് പറയണില്ല, ഇയാൾ എടുത്ത് പറയൂല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് കേസിൽ BCom കഴിഞ്ഞിട്ട് MCom പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചു. അപ്പോൾ ഈ ഫൈറ്റർ പ്ലെയിനിൻ്റെ കമ്പനിയിൽ, അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ മോനെ കിട്ടി. അത് ജോലി മാത്രമാണ്. അപ്പോൾ കിട്ടുന്ന കാശൊക്കെ നാട്ടിലേക്ക് കൊടുക്കുക, വീട്ടിലത്തെ കുടുംബക്കാരിലെ എല്ലാവരുടെ കാര്യങ്ങൾ നോക്കി, അപ്പോൾ പഠിത്തം പോയി. ഇൻ ദ സെക്കൻഡ് കേസ് ദിസ് UK ഇവിടുത്തെ ആൾക്കും MBA പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ MBA പഠിക്കാനുള്ള കാശൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് വരുമ്പോഴേക്കും അച്ഛൻ അസുഖം വന്നു, കുറേ കാശ് അതിന് പോയി. ഇനിയിപ്പോൾ പഠിക്കണം പറഞ്ഞാൽ അത് പറ്റില്ല. കാരണം പണ്ട് അച്ഛൻ ഉണ്ടായിരുന്നുള്ള സമയത്ത് അച്ഛൻ പല കാര്യങ്ങളും അവർക്ക് നാട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പല രീതിയിലും ഇൻകം ഉണ്ടായിരുന്നു അച്ഛൻ്റെ വക. അപ്പോൾ ഹീസ് ലൈക്ക്, ഇഫ് ഐ ആം ഡൂയിങ് മൈ MBA, how is the money going to run into my family? That's not happening. അപ്പോൾ ആ സ്ത്രീ, ഞാൻ പറഞ്ഞില്ലേ, menstrual disorders വന്നിട്ട് വന്ന കുട്ടി പഠിക്കുക, ജോലി ചെയ്യുക, അതിൻ്റെ ഇടയിൽ എൻ്റെ ചേച്ചിയുടെ മക്കളെ ഞാൻ വേണം നോക്കാൻ, ഞാൻ വേണം, അമ്മയുടെ സ്ഥാനത്ത് ഞാൻ വേണം. ഇനിയിപ്പോൾ നാളെ മറ്റേ ഒരു സ്ത്രീയെ എൻ്റെ അളിയൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ആ കുട്ടികൾക്ക് മറ്റേ നാളെ ഒരു സ്റ്റെപ്പ് മദർലി ഫീലിംഗ് വന്നാലോ? അപ്പം ഞാൻ ഉണ്ടായിട്ട് എൻ്റെ കുട്ടികൾക്ക് ഒരു സ്റ്റെപ്പ് മദർലി ലൈഫ് സ്റ്റൈൽ വേണ്ട, അത് പാടില്ല. അപ്പം ഇന്ന് തന്നെ ഞാൻ എൻ്റെ ആ കുട്ടികളുടെ അമ്മയായിട്ട് ഞാൻ നിൽക്കാൻ ശ്രമിക്കട്ടെ. എൻ്റെ വീടും എൻ്റെ പഠിപ്പും എൻ്റെ ജോലി എൻ്റെ അമ്മയും പ്ലസ് ആ കുട്ടികളും കൂടി ഞാൻ എടുക്കുക. അതിൻ്റെ ഇടയിൽ പഠിത്തത്തിന് മാറ്റി വെച്ചു. കാരണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അത്യാവശ്യം ജോലി ഇല്ലെങ്കിൽ പൈസ ഇല്ല. അപ്പം എനിക്ക് എന്തായാലും ജോലി വിടാൻ പറ്റില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ഫോർ എനി ഹയർ എഡ്യൂക്കേഷൻ. സോ ദിസ് പീപ്പിൾ, Calcarea silicata will always lose their ambition. They have to get rid of their ambition so that they can earn money. And where is that money going? Money is not going for themselves. The money is going to their own family members. Appo love for family is very, very picturesque in Calcarea silicata. Anxiety for money matters is very, very picturesque in silicata. And third important ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യമാണ് sensitive to reprimand, sensitive to reproaches, sensitive to opinion of others. ഇത് മൂന്നിൻ്റെയും കൂടി കോമ്പിനേഷൻ നമുക്ക് കണ്ട we will see Calcarea silicata works miraculously in such patients. Okay. പിന്നെ മെയിൻലി ailments from നോക്കിയാൽ we have ailments from mental exertion, ailments from mental money loss, and ailments from reproaches. Mental exertion, again, see, this is not physical exertion. Mental exertion is we have to understand വീടിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, അതിൻ്റെ ഇടയിൽ you have to take care of each and every member of your family, and that is known as mental exertion. Okay, so you have ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മിക്കവാറും ഈ റെമഡീസ് ഒക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നക്സ, ഇഗ്നേഷ്യ, നോർമൽ റെമഡീസ്, വൺ ഓഫ് ദ പോളിക്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. I have got another next remedy. അപ്പോൾ ഈ പേഷ്യൻസ് പല പ്രാവശ്യം വരും നമ്മളുടെ അടുത്ത്, okay, I'm doctor, I'm feeling better, I'm good, and we are happy. But
സിമിലിമം അല്ലാതെ യു ഡു നോട്ട് സീ ദ പ്രോപ്പർ റാപ്പിഡ് ക്യൂർ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കില്ല. കാരണം നമ്മൾ വി ആർ ക്ലോസ് ടു സിമിലിമം. നക്സ് ഇസ് ക്ലോസ് ടു ദ സിമിലിമം. ഇഗ്നേഷ്യ, എനി റെമഡീസ്, ആർസനിക്, lycopodium, strepsirrhus is close to the simillimum, but it's not the simillimum. So these are the three important ailments that will bring in the pathology. Okay. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്ലോ ആക്ടിങ്. അപ്പൊ സ്ലോലി എവിടേക്കോ പാത്തോളജി ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അത് വിസിബിൾ ആവാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ എയിൽമെന്റ്സ് ഫ്രം. ഓക്കെ. അപ്പം ഇത് ജസ്റ്റ് ഹൗ ക്യാൻ യു സീ ദാറ്റ് ദിസ് പേഷ്യൻറ്റ് ഈസ് നോട്ട് ഹെൽത്തി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞു വരുന്ന കാര്യമായിരുന്നു. നമ്മളുടെ അടുത്തും ചിലപ്പോൾ പേഷ്യൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ അവർ അത്രയ്ക്ക് ആൻസേഴ്സ് തരില്ല നമുക്ക്. ദാറ്റ് ഈസ് എ presentation. That is how pathology will present in front of us in our clinic, you know. So they have aversion to answer. They will refuse to answer our questions. Family members will also say that. പണ്ടൊക്കെ ചേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല. ചേട്ടൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ചേട്ടൻ ഒരു പ്ലസന്റ് പേഴ്സണാലിറ്റി ആയിരിക്കാം, കാര്യങ്ങളൊക്കെ പറയും, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ ഇടയായിട്ട് ചേട്ടനെ എല്ലാത്തിനും പറയും, ഇതിലെന്താ ഉപ്പ, അതിലെന്താ എരിവ്, ഈ ടേബിളിന്റെ മുകളിൽ എന്തിനാ ഈ സാധനം വെച്ചിരിക്കുന്നത്, ഡിസ്കണ്ടന്റ് വിത്ത് എവറിഥിങ്. പണ്ട് എങ്ങനെ ആയിരുന്നില്ല ചേട്ടൻ. അതുപോലെ തൊട്ടനും പിടിച്ചനും ഒക്കെ ഒരു ഇറിറ്റേഷനാണ്. ചേട്ടാ നമുക്ക് ഇന്ന് നല്ല ദിവസം നമുക്കൊന്ന് വെളിയിൽ കറങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ ദേഷ്യം വരും. ചേട്ടാ നമുക്ക് ഒന്ന് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരാൻ ദേഷ്യം വരും. സോ ഫോർ നോ റീസൺ മൈ ഹസ്ബൻഡ് ഈസ് ലൂസിങ് ഹിസ് ടെമ്പർ, ഇറിറ്റാബിലിറ്റി ഫ്രം ട്രിഫിൾസ്, ആങ്കർ ഈസിലി. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും വീട്ടിൽ ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചേട്ടന് ഭയങ്കര ദോഷമാണ്. അപ്പോൾ ഹി വിൽ റിഫ്യൂസ് ടു ആൻസർ. ഞാൻ പറയണ ചേട്ടാ അവിടെ നാട്ടിൽ അമ്മയ്ക്ക് ഇതുപോലെ മെഡിക്കേഷൻ മാറ്റണം എന്ന് പറഞ്ഞു. ചേട്ടൻ ആ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണ്ടോ? ചേട്ടൻ പറഞ്ഞതല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചേട്ടൻ സംസാരിച്ചു തന്നല്ലോ, ഇപ്പം മെഡിക്കേഷൻ മാറ്റണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മമ്മിയുടെ കാര്യത്തിന് ചേട്ടൻ എന്താ സംസാരിക്കാതെ ഡോക്ടറിനോട്? Not bothered. He will refuse to answer that question that the wife is giving. So again, ഇങ്ങനത്തെ ഒരു പ്രസന്റേഷൻ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ക്യാമോമില്ല പേഴ്സണാലിറ്റിയാണ്, ആർസനിക് പേഴ്സണാലിറ്റിയാണ്, ബ്രയോണിയ പേഴ്സണാലിറ്റിയാണ്. ബട്ട് യു ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ് സ്പേസ്. അപ്പം ഞാൻ പറഞ്ഞില്ല ചീഫ് കംപ്ലയിൻസ്, ഇപ്പം ഞാൻ അതാ റെപ്പോർട്ടറിയൽ ടോട്ടാലിറ്റിയുടെ ഒരു ഫോട്ടോ ഇട്ടത് ചീഫ് കംപ്ലയിൻസ് മാത്രം പ്രസന്റ് ചെയ്യും. നമ്മൾ പറയില്ലേ പ്രസന്റിങ് പ്രീഡോമിനേറ്റിംഗ് സിംറ്റംസ് മാത്രം എടുത്താൽ വി വിൽ സീ ദിസ് ഇസ് totality is chamomilla, or the totality is arsenic or bryonia or nux vomica. But you have to understand what is the life space of this patient. Okay, what was this patient? What was he doing in his life? How money was playing important role? അതിന്റെ സെൻസിറ്റിവിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് ഡീവിയേറ്റഡ് അവസ്ഥയാണ്. ദാറ്റ് വാസ് ഹെൽത്തി സ്റ്റേറ്റ് ആൻഡ് ദിസ് ഇസ് ഡീവിയേറ്റഡ് സ്റ്റേറ്റ്. സോ ടുഡേ ഓൾ ദിസ് rubrics that is there in front of you today in your clinic is a deviated state. So ഈ ഡീവിയേറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്താൽ ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ടോട്ടാലിറ്റി. അപ്പോൾ we have to go back and understand what is the life space of this patient. അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ആണ്. ഇത് നമ്മളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, റിലേറ്റീവ്സ് എടുത്ത് പറയും മൈ ഹസ്ബൻഡ് വാസ് നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. ഈ ഇടയ്ക്കാണ് ചേഞ്ച് വന്നു. അപ്പോൾ ഹൗ വാസ് യുവർ ഹസ്ബൻഡ് ബിഫോർ ദിസ് സിറ്റുവേഷൻ? അപ്പോൾ അങ്ങനത്തെ ഒരു ക്രോണിക് കേസസിലൊക്കെ നമ്മൾ ചോദിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇയാൾ ഇത്രയും കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയതും ബ്രദേഴ്സ് ഉണ്ടായിട്ടും ഹി സ്റ്റെപ്സ് ഇൻ ആൻഡ് ഹി പ്ലേസ് ദ റോൾ ഓഫ് എൽഡർ ബ്രദർ. എൽഡർ ബ്രദർ കല്യാണം കഴിച്ചിട്ട് പോയി, എന്നാലും ഞാനാണ് മൂത്തത്, ഞാൻ ചെയ്തിരിക്കണം, മൂത്ത ചേട്ടൻ എന്ത് ചെയ്താലും എനിക്ക് അറിയണ്ട, ഞാൻ ഉണ്ടായിട്ട് എൻ്റെ കുടുംബം വേദനിക്കരുത്, കരയിപ്പിക്കരുത് എന്നുള്ള ഒരു മനസ്സ് വരുന്നത് ബിക്കോസ് ഓഫ് ദിസ് rubrics. He is very sympathetic, he is very honest, he is very intellectual and ഒരു yielding disposition. അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മ അല്ല ഇളയച്ച എനിക്ക് ഒരു പുതിയ മൊബൈൽ വേണം. എന്തിനാ മോളെ നിനക്ക് പുതിയ മൊബൈൽ? ഇളയച്ച അച്ഛൻ ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ മൊബൈൽ മേടിച്ചല്ലേ. ഇപ്പോൾ കോവിഡ് സമയമായപ്പോൾ നമുക്ക് എല്ലാം ഓൺലൈനിലാണ് പഠിത്തം. അപ്പോൾ എനിക്ക് ഐഫോൺ വേണം, പുതിയ മോഡൽ. അപ്പോൾ അതെന്തിനാ നിനക്ക് ഐഫോൺ? നിനക്ക് സാംസങ് ഞാൻ അയച്ചു തരാം അവിടുന്ന്. അല്ല ഇളയച്ചൻ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ഐഫോൺ ചോദിച്ചാൽ ഐഫോൺ മേടിച്ചു തന്നിട്ടുണ്ടാവും. എനിക്ക് പുതിയ ആപ്സ് ഒക്കെ ഉണ്ട്, പഠിക്കുന്ന വീഡിയോസും PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, പുതിയ ആപ്പ് ഉണ്ട്, അതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ പഠിക്കാം. അപ്പോൾ അതൊക്കെ ഐഫോൺ അല്ല മോളെ, അതൊക്കെ സാംസങ്ങിൽ നടക്കും, ഞാൻ എനിക്ക് സാംസങ് ഫോൺ തരാം. അല്ല ഇളയച്ച എനിക്ക് ഐഫോൺ വേണം. ഓക്കെ ഡൺ, ഐഫോൺ എടുത്തോ. So yielding disposition plays a great role in this personality of this calcareous silicata. Yielding എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. അമ്മമ്മ എനിക്ക് ഇത് വേണം, ഓക്കെ. ചെറിയച്ച എനിക്ക് ഇത് വേണം, ഓക്കെ. മോനെ നീ അതെന്താ ഇങ്ങനെയൊന്നും ചെയ്യാത്ത, ഇതൊക്കെ ചെയ്ത് വരണം, നീ ഒരു ആണല്ലേ വീട്ടിലത്തെ, അത് കേൾക്കുമ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു ഈൽഡിങ് ഡിസ്പോസിഷനാണ്, ഭയങ്കര ലോയൽ പേഴ്സണാലിറ്റീസ്, ഹോണസ്റ്റ് പേഴ്സണാലിറ്റീസ് ആണ്. പിന്നെ സിമ്പത്തറ്റിക് ആണ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും അയ്യോ ചേട്ടൻ്റെ ഭാര്യയുടെ ചെറുതായിട്ടൊന്ന് വീണു, അയ്യോ ചേട്ടത്തി നിങ്ങൾ പെട്ടെന്ന് പോയിട്ടൊന്ന് ഫ്രാക്ചർ ക്ലിനിക്കിലാണ് പോകണം. അപ്പോൾ അവിടുന്ന് പറയാം അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊരു പെയിൻ കില്ലർ മതി. സമയായല്ലേ? ഓക്കെ, ഐ ആം ഡൺ. അത് കഴിഞ്ഞു. സമയായി.
കഴിഞ്ഞു, എൻ്റെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. അപ്പോൾ ആ ഒരു ശരി. സിമ്പത്തറ്റിക് നേച്ചർ കാരണമാണ് ഈ കാൽക്കേരിയ പേഴ്സണാലിറ്റീസ് ആർ ഏബിൾ ടു ഗീവ് സോ മച്ച് ടു ദ ഫാമിലി. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് കാൽക്കേരിയ സിലിക്കേറ്റ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിമെൻറ്റ് പറഞ്ഞ ബൈൻഡിങ്. അപ്പോൾ കാൽക്കേരിയ സിലിക്കേറ്റ പേഴ്സണാലിറ്റി എന്ത് വന്നാലും, എന്തൊക്കെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും പല ആൾക്കാരുമാണ്, പല ഏജ് ഗ്രൂപ്പും, പല പ്രായമുള്ള, ഞാൻ പറഞ്ഞില്ലേ വലിയമ്മയും അമ്മൂമ്മയും ചെറിയമ്മയും അനിയത്തി ഏട്ടനും അനിയനും, ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി, ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവാണ് കാൽക്കേരിയ സിലിക്കേറ്റയ്ക്കുള്ളത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് നമ്മളുടെ മറ്റീരിയൽ മെഡിക്കലിൽ ദ സിമെൻറ്റ് വിച്ച് വിൽ ബൈൻഡ് ഓൾ ദ റിലേഷൻഷിപ്പ് ടുഗെദർ ഈസ് കാൽക്കേരിയ സിലിക്കേറ്റ. അപ്പോൾ ഈ ഒരു സ്ലൈഡ് മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ ഐ എം ഷുവർ ഇഫ് യു റീഡ് മോർ അബൌട്ട് കാൽക്കേരിയ സിലിക്കേറ്റ ഇൻ യുവർ മറ്റീരിയൽ മെഡിക്ക ഓർ റെപ്പർട്ടറി, യു വിൽ സീ മെനി കാൽക്കേരിയ. നമ്മളുടെ വീട്ടിലോ കുടുംബത്തിലോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ നമുക്ക് കാൽക്കേരിയ സിലിക്കേറ്റ കാണാൻ കിട്ടും. അതുകൊണ്ട് try to read more. 45 minutes ഒരു റെമഡി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഐ ഹാവ് ഗിവൻ എ ജിസ്റ്റ് ഓഫ് ദിസ് റെമഡി. പ്ലീസ് ട്രൈ ടു റീഡ് മോർ, അണ്ടർസ്റ്റാൻഡ് മോർ ആൻഡ് റിമെമ്പർ ദിസ് സ്ലൈഡ് മോർ ദാൻ എനിത്തിങ് എൽസ്, ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു an eye opener ആയിരിക്കും. പല കാൽക്കേരിയ സിലിക്കേറ്റാസും നമുക്ക് കാണാൻ പറ്റും. സോ വിത്ത് ദാറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ പത്മപ്രിയ ഡോക്ടറെ, എന്തായാലും ഒരു കാൽക്കേരിയ സിലിക്കേറ്റ എന്ന് പറയുന്ന മെഡിസിന് ഇത്രയും വിശദീകരിച്ച് വിശാലമായിട്ട് ഇങ്ങനെ എന്താണ് അതിനെ വിവരിച്ച് ഇത്രയും കാര്യങ്ങൾ പറയുകയും ആ മെഡിസിന്റെ ആ ഒരു ചിത്രം വരച്ച് കാണിക്കുകയും ചെയ്ത പത്മപ്രിയ ഡോക്ടർ വളരെ നല്ലൊരു എഫർട്ടാണ് എടുത്തിരിക്കുന്നത്. സംസാരിച്ച് അതിന്റെ എല്ലാ ഭാഗത്തും. ഓക്കെ, അപ്പൊ ഇനി മറ്റു ഡോക്ടേഴ്സിന് അധികം സമയമില്ല, 3 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാം. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ? ചെയ്താല് എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഷഫീഖ് ഡോക്ടറൊക്കെ ഉണ്ട്. ഷഫീഖ് ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ക്ലാസ്സിനെ കുറിച്ച്? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ആ ഡോക്ടറെ, ഞാനത് ലാസ്റ്റിലാണ് കേട്ടത്. ഞാൻ ആദ്യമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വേറൊരു ഫംഗ്ഷനിലായിരുന്നു. പക്ഷെ ഓൺ ചെയ്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ ഡോക്ടറെ, ക്ലാസ് കേട്ട ധനീഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ധനീഷ് ഡോക്ടറെ സംസാരിച്ചു. തീർച്ചയായും അതിമനോഹരമായ ഒരു കാൽക്കേരിയ സിലിക്കേറ്റിനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മളിങ്ങനെ പണ്ട് റെപ്പർട്ടറി ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെഡിസിൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ഇവനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ അപ്പോഴൊക്കെ കൺഫ്യൂഷനായിരുന്നു. ഈ കാൽക്കേരിയയും സിലിക്ക എന്ന് പറഞ്ഞാൽ രണ്ടും തണുപ്പ് ചില്ലി മെഡിസിൻസ് ആണ്. ഒരാൾ വണ്ണമുള്ളതാ, ഒരാൾ വണ്ണം മെലിഞ്ഞ ആളാ. അപ്പൊ ഈ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എങ്ങനെ വരും? അപ്പം അതിന്റെ മെന്റൽ ആസ്പെക്ട് ഈ 3 കേസുകളിലും വ്യത്യസ്തമായിരുന്നു. അത് ഈ നമ്മൾ കാലി കാർബിനെയാണ് അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ കാലി കാർബ് ഇതുപോലെയാണല്ലോ, എപ്പോഴും വീട്ടുകാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചും പ്രവർത്തിച്ചും ഒക്കെ നടക്കുന്ന ആ രീതിയിൽ സ്വന്തം ജീവിതം പോലും പലപ്പോഴും മറന്നു പോകാറുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഇനി ആരും ഈ കാൽക്കേരിയ സിലിക്കേറ്റ മറക്കില്ല. അത്ര കണ്ട് മനോഹരമായിട്ടാണ് ഡോക്ടർ പ്രസന്റ് ചെയ്യുന്നത്. അഭിനന്ദനങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, ധനേഷ് ഡോക്ടറെ നന്ദി അറിയിക്കുന്നു. കൂടാതെ സലീം കുമാർ ഡോക്ടർ മകളുടെ ഡിഗ്രി ആണെന്ന് തോന്നുന്നു, ഡിഗ്രിയാണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ, ഡിഗ്രി ആണെന്നാ തോന്നുന്നത്. എന്തായാലും എൻ്റെ ഓണറൊക്കെ കഴിഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് കുറച്ച് ദിവസം ഇല്ലാതിരുന്നിട്ടും എത്തിയിരിക്കുകയാണ്. ഡോക്ടറെ സംസാരിച്ചോളൂ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഞാനിത് കേട്ടോണ്ടിരുന്നപ്പോ ഈ കാനണൈസേഷൻ എന്നൊരു വാക്കുണ്ട്. അതായത് പോപ്പ് കർദിനാളാക്കി മാറ്റി, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ ചെറുതായിട്ടുള്ള ഒരു കൽക്കേരിയ സിലിക്കേറ്റ് കാനണൈസ് ചെയ്ത ഒരു കർദിനാളോ പോപ്പൊക്കെ ആക്കി മാറ്റി ഇത്രത്തോളം പ്രധാനപ്പെട്ട ഡ്രഗാണ് അതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത്
ഞാനിത് ഒരിക്കലും ഞാൻ ഏതൊരു ഡ്രഗ് ആയിരിക്കും പറഞ്ഞു വന്നെന്ന് പല രീതിയിലാണ് കളി കോസ്റ്റിക്കോണോ അങ്ങനെ പലതൊക്കെ മനസ്സിൽ വന്നു. പക്ഷെ കൽക്കരി ശരിക്കും ചിന്തിച്ചു പോലുമില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ അതിന് മറക്കില്ല. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഹെമാവലിസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഹെമാവലിസ് ഇതുപോലെ എനിക്ക് എല്ലാവരും ബഹുമാനിക്കണം, എല്ലാവരും ഇത് ചെയ്തോളണം, എന്നോട് ഉത്തരവാദിത്തം ഇങ്ങോട്ട് കാണിച്ചോളണം എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഹെമാവലിസ്. അപ്പൊ അതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. അതിന് സന്തോഷം. പിന്നെ ഞാനെപ്പോഴും പത്മപ്രിയ ഡോക്ടറെ ഓർക്കാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഒരു കാലത്ത് ഞാനിങ്ങനെ ഫോട്ടോ ആയിട്ട് ചുവരിൽ കിടക്കുമ്പോ എന്റെ മോള് ഡോക്ടറെ പോലെ എന്നെ കുറിച്ച് പറയുമല്ലോ അല്ലെങ്കിൽ ഓർക്കാറുണ്ട്. അതുകൊണ്ട് മോളെക്കാളും ആയിരിക്കും ഓർക്കും. എന്റെ മോളിങ്ങനെ ആള് എന്നെ കുറിച്ച് പറയുമായിരിക്കും. താങ്ക് എന്റെ യു, മോള് താങ്ക് യു, അതാ. ഓക്കെ ഡോക്ടറെ. താങ്ക് യു. ഓക്കെ. ഓക്കെ സലീംകുമാർ ഡോക്ടറെ, സന്തോഷം. സോയ ഇപ്പം ഡോക്ടർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയം ചുരുക്കി, സമയം ഒട്ടുമില്ല, ചുരുക്കി അത് ചോദിച്ച് നമ്മുടെ കോമൺ നല്ല പൊട്ടൻസി കോമൺ പൊട്ടൻസി അതെ നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ മെന്റൽ റൂബ്രിക്സിലാണ് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്ട്രേറ്റ് അവേ ഗോ ടു 1M. പക്ഷെ മെന്റൽ റൂബ്രിക്സിന്റെ കൂടെ നിങ്ങളുടെ വല്ല നല്ല പെത്തോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ 200 ഈസ് ദ സേഫ് പൊട്ടൻസി. ഓക്കെ. എന്തായാലും സംശയം ചോദിച്ച സോയ ഈപ്പൻ ഡോക്ടറെ തന്നെ ഇന്നത്തെ ക്ലാസ്സിന് പത്മപ്രിയ ഡോക്ടർക്ക് നന്ദി പറയാൻ ക്ഷണിക്കും. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടർക്കുള്ള നന്ദി കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഹലോ, കേൾക്കാമല്ലേ? കുറച്ച് കേൾക്കാം. നാളായി പ്രിയ ഡോക്ടറെ കണ്ടിട്ട്. ഞാനും ഇടയ്ക്കൊന്നും കേറുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാൽക്കരി സിലിക്കേറ്റിക്ക് ഇങ്ങനെയൊക്കെ ഒരു വലിയ വിശദീകരണം ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ. താങ്ക് യു. എൻ്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി. താങ്ക് യു. നന്ദി. ഓക്കെ. സോയ ഈപ്പൻ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും കാൽക്കേരിയ സിലിക്കേറ്റയുടെ ഇൻഡിക്കേഷൻ ഒക്കെ കേട്ടിട്ട് എല്ലാവരും അതിശയിച്ചിരിക്കുകയാണ്, അന്തം വിട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പൊ ഇനി എല്ലാവർക്കും അത് വളരെ കോൺഫിഡൻസോട് കൂടി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇനിയും ഇതുപോലുള്ള നമ്മുടെ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതും എന്ന അപ്രസക്തമായ പല മെഡിസിനുകളും കാണും ഡോക്ടറുടെ കയ്യിൽ സ്റ്റോക്ക് ഇനിയും. അപ്പൊ ഇനി അതൊക്കെ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.